أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وعد الله الذين آمنوا وعملوا الصالحات ليستخلفنهم في الأرض كما استخلف الذين من بعدهم وليمكنن لهم دينهم الذي ارتضى لهم وليبدلنهم من بعد خوفهم أمنا يعبدونني لا يشركون بي شيئا ومن كفر بعد ذلك فأولئك هم الفاسقون صدق الله مولانا العظيم. സഹോദരങ്ങളെ, ഉള്ളവർ കുറച്ചൊന്ന് അടുത്തിരിക്കുക. ആളുകൾക്കൊക്കെ കഥ കേട്ട് മതിയായി തോന്നും. മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു അധികാരം ഏറ്റെടുത്ത് ആദ്യമായി തൻ്റെ മുന്നിൽ രണ്ട് പ്രശ്നങ്ങളായിരുന്നു. ഒന്ന്, മഹാനായ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു തആല അൻഹു ഇറാഖിൽ നിന്നും ഷാമിലേക്ക് പുറപ്പെട്ടതോടുകൂടി മഹാനായ മുസന്ന ബിൻ ഹാരിസ് ഷൈബാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ നേതൃത്വത്തിലുള്ള സൈന്യം അവിടെ ഉണ്ടെങ്കിലും ഖാലിദിനെ പറ്റിയുള്ള ഭീതി ഒഴിഞ്ഞപ്പോൾ സ്വാഭാവികമായും അവിടങ്ങളിൽ കരാർ ലംഘനവും അതുപോലെ അവരുമായി പഴയ ചക്രവർത്തിമാരായ കിസ്റായുമായും ബന്ധപ്പെട്ട് മുസ്ലിങ്ങളുടെ കരാറ് നിന്ന് പിന്മാറുകയും ശേഷിക്കുന്ന സൈന്യങ്ങളോട് ശക്തമായ പോരാട്ടം നടക്കുകയും ചെയ്യുമ്പോൾ പോഷക സൈന്യങ്ങളൊന്നും കാര്യമായി ഇറാഖിലേക്ക് വരുന്നില്ല. ഈ സാഹചര്യത്തിൽ നിരന്തരം മുസന്ന റളിയല്ലാഹു തആല സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കത്തയച്ചു കൊണ്ടിരുന്നു. പക്ഷേ ആ കത്ത് ശ്രവിക്കാനുള്ള ഒരു അവസ്ഥയിലായിരുന്നില്ല സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവസാന ഘട്ടത്തിൽ. കാരണം ആദ്യഘട്ടത്തിൽ റോമാ സാമ്രാജ്യവുമായി നടന്ന പോരാട്ടങ്ങൾ തുടക്കത്തിൽ ഒരു പ്രതിരോധത്തിൻ്റെ ശൈലിയിലാണെങ്കിൽ അത് ജീവൻ മരണ പോരാട്ടത്തിലേക്ക് രൂപപ്പെടുകയും രണ്ടും കൽപ്പിച്ച് യർമൂക്ക് യുദ്ധത്തിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിനിടയിൽ പോഷകസേന പുതിയത് വരുന്നത് മുഴുവനും ഷാമിലേക്ക് വിട്ട് അതോടുകൂടി സിദ്ദീഖ് റളിയല്ലാഹു അൻഹു രോഗബാധിതനും കൂടിയായപ്പോൾ ഇറാഖിൻ്റെ ഭാഗം ശ്രദ്ധിക്കാൻ പറ്റാതായി. ഈ പ്രതിസന്ധി എങ്ങനെ തരണം ചെയ്യണം എന്നറിയാതെ മഹാനായ മുസന്ന റളിയല്ലാഹു തആല അൻഹു തന്നെ നേരിട്ട് ഇറാഖിൽ നിന്നും മദീനയിലേക്ക് പുറപ്പെട്ടു. ഖലീഫയുമായി നേരിൽ കണ്ട് പ്രശ്നത്തിൻ്റെ ഗുരുതരാവസ്ഥ താൻ തന്നെ ബോധ്യപ്പെടുത്തി ഈ ഭാഗത്തേക്കുള്ള സഹായം വർദ്ധിപ്പിക്കാൻ അപേക്ഷിക്കാൻ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് മുസന്ന റളിയല്ലാഹു തആല അൻഹു വരുന്നത്. താൻ മദീനയിൽ എത്തിയപ്പോഴേക്ക് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു ഗുരുതരമായ രോഗം ബാധിച്ച് അവശനായി കിടപ്പിലാണ്. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു നിർദ്ദേശം നൽകുകയും നാമനിർദ്ദേശം ചെയ്യുകയും താൻ വസിയ്യത്തുകളൊക്കെ പൂർത്തിയാക്കുകയും ചെയ്ത സമയത്താണ്. അതുകൊണ്ട് തന്നെ ഉമർ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ എൻ്റെ മയ്യത്ത് മറമാടയാൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് മുസന്നയെ ഇറാഖിലേക്ക് തന്നെ തിരിച്ചയക്കുകയാണ്. ആവുന്ന സൈന്യങ്ങളെ അയച്ചു കൊടുത്തുകൊണ്ട് അവർക്ക് പിന്തുണയും പിൻബലവും നൽകണം. അങ്ങനെ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു വഫാത്തായ ഉടനെ ഉമർ റളിയല്ലാഹു തആല അൻഹു ആദ്യമായി ചെയ്തത് ഇറാഖിലേക്ക് വീണ്ടും മുസന്ന റളിയല്ലാഹു തആല അൻഹുവിനെ തിരിച്ചയക്കുകയാണ്. പിറ്റേ ദിവസം സുബ്ഹി നിസ്കാരാനന്തരം അവിടെ ഒരുമിച്ച് കൂടിയ സഹാബാക്കളും താബിഈകളുമാവുന്ന ആളുകളോട് ഉമർ റളിയല്ലാഹു തആല അൻഹു ജിഹാദിൻ്റെ മഹത്വം എടുത്തു പറഞ്ഞുകൊണ്ട് നല്ല ഒരു ഉദ്ബോധന പ്രസംഗം നടത്തുകയും അതിൽ ഇറാഖിലെ
മുസന്ന ബിൻ ഹാരിസത്തു ഷൈബാൻ റളിയല്ലാഹുവിന്റെ നേതൃത്വത്തിലുള്ള സൈന്യത്തെ സഹായിക്കാൻ വേണ്ടി പേർഷ്യൻ സാമ്രാജ്യത്തോട് പടപൊരുതാനും അവരുടെ അഹങ്കാരത്തിന് അറുതി വരുത്താനും വേണ്ടി ജീവാർപ്പണം നടത്താൻ സന്നദ്ധരായവരാരാണോ അവരെഴുന്നേറ്റ് നിൽക്കണം. ആരും തയ്യാറായില്ല. രണ്ടാം ദിവസം വീണ്ടും അന്നും ആരും തയ്യാറായില്ല. മൂന്നാം ദിവസം മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു വളരെ ഗൗരവത്തിൽ, കാരണം പ്രശ്നത്തിൻ്റെ ഗുരുതരാവസ്ഥ അത്രയും വലുതാണ്. സൈന്യങ്ങൾ ഏതാണ്ട് എല്ലാം ഇപ്പുറത്ത് റോമാ സാമ്രാജ്യവുമായി ഏറ്റുമുട്ടുകയാണ്. കാര്യമായ പട്ടാളങ്ങളില്ല, വളരെ തുച്ഛം ആളുകളേ ഉള്ളൂ. അവർ പോകേണ്ടത് തുല്യശക്തിയായ പേർഷ്യ സാമ്രാജ്യത്തോട് ഏറ്റുമുട്ടാനാണ്. അവിടെയാണെങ്കിൽ റുസ്തുമിൻ്റെ നേതൃത്വത്തിൽ തന്നെ മുസ്ലിങ്ങൾക്കെതിരിൽ സൈനിക നീക്കം നടത്തുക. റുസ്തം എന്ന് പറഞ്ഞാൽ അക്കാലത്ത് ചക്രവർത്തി സ്ഥാനം വഹിച്ച ആളാണ്, സർവ്വസൈന്യാധിപനായിരുന്നു. അതൊരു രസകരമായ ചരിത്ര. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനന സമയത്ത് പേർഷ്യൻ ചക്രവർത്തിയുടെ കിസ്രയുടെ കൊട്ടാരം പ്രകമ്പനം കൊള്ളുകയും 14 ഗോപുരങ്ങൾ തകർന്നു വീഴുകയും ചെയ്യുന്ന ചരിത്രം നമ്മൾ കുട്ടികളോട് മുതൽ പഠിപ്പിച്ചതാണ്. ഈ സംഭവത്തെ വ്യാഖ്യാനിച്ചുകൊണ്ട് അന്നത്തെ ഏറ്റവും വലിയ ജ്യോത്സ്യനായിരുന്ന ഷക്ക് എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ട്. ഷക്ക് ഒരു അത്ഭുത മനുഷ്യനാണ്. അദ്ദേഹം ഒരു അർദ്ധ മനുഷ്യനാണ്, കാഴ്ചക്ക് പൗതിയുള്ളൂ, പക്ഷേ വലിയ സേവക്കാരനാണ്. ശരിക്കും എഴുന്നേറ്റിരിക്കാൻ കഴിയില്ല, ഒരു ഭാഗമേ ഉള്ളൂ. അദ്ദേഹത്തോടാണ് ചക്രവർത്തി വിവരം അന്വേഷിച്ചത്. അയാൾ പറഞ്ഞു, ഈ വിഷയം എനിക്ക് പറയാൻ കഴിയില്ല. ഷാമിലുണ്ട് സത്യേഹ് എന്ന പറഞ്ഞ പേരിൽ മറ്റൊരു വലിയ ജ്യോത്സ്യനുണ്ട്, അയാൾ വലിയ സേവക്കാരനുമാണ്, അയാൾക്ക് ഇത് പറയാൻ കഴിയുള്ളൂ. അപ്പം ഇയാളായാലും അപ്പുറം ഒരു തല മാത്രമേ ശരിക്ക് എല്ലുള്ളതുള്ളൂ, ശരീരത്തിന് എല്ലില്ല. അങ്ങനെ ഒരു മാംസകഷ്ണം പോലെ ഇങ്ങനെ കിടക്കുക. പക്ഷെ എന്തെങ്കിലും പറഞ്ഞ് ദേഷ്യം പിടിക്കണം, നല്ല ദേഷ്യം പിടിച്ചാൽ ഇങ്ങോട്ട് ബലൂൺ വീർത്തേക്കൊന്ന് വീർത്തിട്ടൊന്ന് എഴുന്നേറ്റിരിക്കും. എഴുന്നേറ്റ് നടക്കാനൊന്നും കഴിയൂല, പക്ഷേ എല്ലാ വിവരവും അയാളടുത്തുണ്ടാവും. അങ്ങനെ സത്യേഹിൻ്റെ അടുത്ത് അബ്ദുൽ മസീഹ് എന്ന പേരിൽ ഒരു പ്രതിനിധി ചെന്ന് വിവരം അന്വേഷിച്ചപ്പോൾ സംഗതികളൊക്കെ പറഞ്ഞു. ഞാൻ ചുരുക്ക ചരിത്രം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മവുമായി ബന്ധപ്പെട്ട വിഷയമായതുകൊണ്ട് അതിൽ വിശദീകരിക്കുന്നില്ല. ഇവിടെ ഈ സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം സത്യേഹ് പറയുന്നത് 14 ചക്രവർത്തിമാർ പേർഷ്യ സാമ്രാജ്യത്തിൻ്റേത് തുടരെയായി ഇഹലോകവാസം വെടിയും. അത് കഴിഞ്ഞാൽ പിന്നെ 14ാമത്തെ ചക്രവർത്തി കൂടി ഈ ലോകം വിട്ടാൽ പിന്നെ പേർഷ്യ സാമ്രാജ്യം എന്നൊരു സാമ്രാജ്യമോ കിസ്ര ചക്രവർത്തി എന്ന് പറയുന്നൊരു ചക്രവർത്തി കുടുംബമോ ലോകത്ത് നിലനിൽക്കില്ല എന്ന് സത്യേഹ് പറഞ്ഞ ഈ വിവരം ഇവരെടുക്കേണ്ടത്. അപ്പോൾ പറഞ്ഞപ്പോൾ അയാൾക്ക് അന്നത്തെ രാജാവിന് സമാധാനമായി. 14 ചക്രവർത്തിമാരൊക്കെ ഭരണത്തിൽ വന്ന് കഴിഞ്ഞു പോകണമെങ്കിൽ എന്തായാലും നൂറ്റാണ്ടുകൾ കഴിയണം. കാരണം ഒരാൾ സ്വാഭാവിക മരണം സിദ്ധിച്ചിട്ട് അയാളെ മകൻ രാജാവായി, അയാൾ മരിച്ചിട്ടാണ് അടുത്ത ആൾ രാജാവാകുക. അങ്ങനെ 14 തലമുറ കഴിയുമ്പോൾക്ക് എത്രയോ നൂറ്റാണ്ടുകൾ കഴിയില്ലേ. അതിപ്പോൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല എന്ന് സാധു മനസ്സിലാക്കി. പക്ഷേ ഇവർക്കിടയിൽ ആഭ്യന്തര പ്രശ്നം കേട്ടു. ചക്രവർത്തിയും കുടുംബവും തമ്മിൽ പ്രശ്നമായി. ഈ പ്രശ്നത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതകാലത്ത് തന്നെ തങ്ങളെ അറസ്റ്റ് ചെയ്ത് ഹാജരാക്കാൻ ഓർഡറിട്ട ചക്രവർത്തിയെ സ്വന്തം മകൻ്റെ കയ്യാൽ കൊല്ലപ്പെട്ടു. ഈ മകൻ സ്വന്തം സഹോദരനാൽ കൊല്ലപ്പെട്ടു. അങ്ങനെ ഒന്നിൻ്റെ പുറകെ ഒന്നായി 10 ചക്രവർത്തിമാർ ഏതാണ്ട് 30 കൊല്ലത്തിനിടയിൽ വധിക്കപ്പെട്ടു. അങ്ങനെ അവസാനം പോയി 13ാമത്തെ ചക്രവർത്തിയും കൊല്ലപ്പെട്ടപ്പോൾ അതൊരു വല്ലാത്ത കൊലപാതകമായിരുന്നു. രാജകുടുംബത്തിൽപ്പെട്ട പുരുഷ പ്രജകളെ മുഴുവനും കൊന്നൊടുക്കുന്ന
ഒരു പ്രതിസന്ധിയിലെത്തി. അന്ന് ഒരു രാജ്ഞി അവരുടെ ചെറിയ ഒരു മകനുണ്ട്, യസ്ദജർദ് എന്ന് പറഞ്ഞു. ഇവനെ ഒളിപ്പിച്ച് രാജ്യത്ത് ആരാലും ശ്രദ്ധിക്കപ്പെടാത്ത ഒറ്റപ്പെട്ട ഒരു പ്രദേശത്ത് കൊണ്ടുപോയി ഒരു കുടുംബത്തിൽ വളർത്തി. അല്ലാത്ത കിസ്ര ചക്രവർത്തി കുടുംബത്തിലെ പുരുഷ പ്രജകൾ ഒന്നുമില്ലാതായി. അങ്ങനെ സ്ത്രീകൾ കുറച്ചു കാലം ഭരണം നടത്തി. പക്ഷേ സ്ത്രീകളുടെ ഭരണം മുന്നോട്ട് പോകുന്നത് പ്രയാസമായപ്പോൾ സർവ്വസൈന്യാധിപനെ ഈ സ്ഥാനത്ത് ഏൽപ്പിച്ചു. അങ്ങനെ റുസ്തും എന്ന സർവ്വസൈന്യാധിപനാണ് ചക്രവർത്തി സ്ഥാനം. ഈ അനൈക്യവും രാജകുടുംബത്തിൻ്റെ അഭാവവും പേർഷ്യ സാമ്രാജ്യത്തെ വല്ലാതെ പ്രതിസന്ധിയിലാക്കി. നേതൃത്വത്തിൻ്റെ ശക്തി പോലെയാണല്ലോ രാജ്യത്തിൻ്റെ മുന്നേറ്റം. ചക്രവർത്തിമാരുടെ അഭാവത്തിൽ സാധാരണ കുടുംബത്തിൽ നിന്ന് വന്ന സൈനിക നായകന്മാരുടെ നേതൃത്വം അത് ജനങ്ങൾ ഒരു പരിധി വിട്ട് അംഗീകരിക്കില്ല. ഇവരൊക്കെ രാജകുടുംബം ദൈവികമാണ് എന്ന് വിശ്വസിക്കുന്നവരായിരുന്നു. അതുകൊണ്ട് തന്നെ ആ കുടുംബമില്ലാത്തപ്പോൾ ഈ ഒരു വിശ്വാസം നിലനിൽക്കാതെ വരുമ്പോൾ തന്നെ സാമ്രാജ്യത്തിൻ്റെ ഭദ്രതയ്ക്ക് തന്നെ അത് പ്രയാസമായി. ഈ അനുകൂല സാഹചര്യം സഹാബത്തിൻ്റെ മുന്നേറ്റത്തിന് കാര്യമായ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. കാരണം ശക്തമായൊരു നേതൃത്വത്തിൻ്റെ കീഴിൽ ഒരു മനസ്സുറപ്പോടുകൂടി ഇസ്ലാമിക സാമ്രാജ്യത്തെ നശിപ്പിക്കാനുള്ള ഒരു ശക്തി അവർക്കില്ല. എന്നാൽ പിന്നെ അവരെന്തിനാ പിടിച്ചു കുലുക്കുന്നത്? ഊരവിടെ ഭരിക്കുന്നുണ്ട്, നമുക്ക് വല്ല പ്രശ്നമുണ്ടോ? അങ്ങനെയില്ല. ഈ മുർത്തദ്ദുമാരും കള്ളപ്രവാചകന്മാരും അതുപോലെ മുസ്ലിങ്ങളുമായി ഏതൊക്കെ വിഷയത്തിൽ അനൈക്യമുള്ള അവർക്കൊക്കെ വേണ്ട പിന്തുണയും സഹായവും ആളെക്കൊണ്ടും അർത്ഥം കൊണ്ടും ചെയ്ത് മുസ്ലിം സാമ്രാജ്യത്തിൻ്റെ നിലനിൽപ്പും വളർച്ചയും ഭീഷണിപ്പെടുത്താൻ വേണ്ടി കിസ്ര ചക്രവർത്തിമാർ അവരുടെ ഏറ്റവും വലിയ ഊർജം അതിനാണ് ചെലവാക്കിയത്. മദീനയുടെ നിലനിൽപ്പ് ഭീഷണിയാണ്. ആ ഭീഷണി ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി മദീനയെ അഥവാ പുതുതായി തലപൊക്കിയ ഈ മൂന്നാം ശക്തിയെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു പേർഷ്യൻ സാമ്രാജ്യം ശക്തമായി പ്രവർത്തിച്ചത്. അതുകൊണ്ട് തന്നെ മദീനയുടെ നിലനിൽപ്പിനെ ചോദ്യം ചെയ്യുന്ന ഒരു രാജ്യത്തെ മര്യാദ പഠിപ്പിക്കൽ ഭരണകൂടത്തിൻ്റെ ഉത്തരവാദിത്വമായതുകൊണ്ട് തന്നെ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു അതിനാണ് ആദ്യം മുൻഗണന കൊടുത്തത്. അന്നൊക്കെ റോമാ സാമ്രാജ്യത്തിൻ്റെ കടന്നുകയറ്റം അനുവദിക്കാതെ ഏതാണ്ട് പ്രതിരോധ ശൈലിയിലാണ് റോമയോട് നേരിട്ടത്. അവരുടെ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ട് ഉപദ്രവവും എതിർപ്പും വരാതിരിക്കാനുള്ള ഒരു സൈനിക നീക്കം എന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ ശക്തി ക്ഷയിച്ച് വന്നപ്പോൾ അത് മുതലെടുത്ത് ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെയും മുസന്ന റളിയല്ലാഹു തആല അൻഹുവിൻ്റെയും ഖഅഖാ ബിൻ അംറിൻ്റെയും ഒക്കെ നേതൃത്വത്തിലുള്ള പടയോട്ടം അറേബ്യൻ പ്രദേശം മുഴുവനും, രണ്ട് ഭാഗമാണ് റോമക്ക്. ഒന്ന് അറബിയും മറ്റൊന്ന് പാർസിയും. ഇന്നത്തെ ഇറാഖും ഇറാനും. ഇറാൻ അന്ന് പാർസി പ്രദേശമാണ്, ഇന്നും പാർസി പ്രദേശം തന്നെ. ആ ഭാഗം പേർഷ്യൻ ചക്രവർത്തിമാരുടെ കീഴിലാണ്. അതുപോലെ തന്നെ അറേബ്യൻ പ്രദേശമാവുന്ന ഇറാഖ്. ഈ രണ്ട് ഭാഗത്തിൽപ്പെട്ട അറേബ്യൻ പ്രദേശം ഏതാണ്ട് അതിൻ്റെ ശക്തിയുള്ള പ്രബല പ്രദേശങ്ങളൊക്കെ ഖാലിദ് റളിയല്ലാഹു തആല അൻഹുവിന് കീഴ്പ്പെട്ടു. പക്ഷേ ഖാലിദ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ പിന്മാറ്റം ശത്രുക്കൾക്ക് ശക്തി പകർന്നു. ഈ സമയത്ത് അവരുടെ പുതിയ നീക്കം ശക്തമായി മുസ്ലിം സേനയെ നിർമ്മാർജ്ജനം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു എന്ന് കണ്ടപ്പോഴാണ് മുസന്ന റളിയല്ലാഹു തആല അൻഹു വരുന്നത്. അപ്പോഴേക്ക് അവസാനം ഘട്ടം അവസ്ഥ മാറി. യർമൂക്കിലേക്ക് സൈന്യങ്ങളെ മുഴുവനും തിരിച്ച് യർമൂക്ക് പൂർണ്ണമായി ശ്രദ്ധിച്ചുകൊണ്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നിൽക്കുന്ന സമയത്താണല്ലോ വഫാത്ത് സംഭവിക്കുന്നത്. യർമൂക്ക് യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയത്താണ് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ വഫാത്ത് ഉണ്ടായതെന്ന് നേരത്തെ നമ്മൾ പറഞ്ഞു. ഇപ്പോൾ നമുക്ക് എങ്ങോട്ട് പോകണം എന്നതിൽ തന്നെ എനിക്കിപ്പോൾ ഒരു അവ്യക്തത ഉണ്ട്. കാരണം അപ്പുറം ഇപ്പുറം രണ്ടും ഒരുപോലെ ഇസ്ലാമിൻ്റെയും മുസ്ലിം രാജ്യത്തിൻ്റെയും നിലനിൽപ്പിനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ചോദ്യചിഹ്നമായി ഒരേ സമയത്ത് റോമയും അതോടുകൂടി പേർഷ്യയും
ഒരേ സമയത്ത് ഇസ്ലാമിനെയും മുസ്ലിം രാഷ്ട്രത്തിനെയും നിർമ്മാർജ്ജനം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഒപ്പും വടത്തും വലത്തും ഒരേ സമയത്ത് ശ്രദ്ധ വരണം. അങ്ങനെയാണ് പ്രധാന സൈന്യങ്ങളൊക്കെ റോമയിൽ പോയപ്പോൾ, റോമയോട് നേരിടാൻ പോയപ്പോൾ, പുതിയ സൈന്യങ്ങളെ കിട്ടാൻ പ്രയാസപ്പെട്ടപ്പോൾ മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു യുദ്ധത്തിനു വേണ്ടി, രാജ്യരക്ഷയ്ക്ക് വേണ്ടി ജീവത്യാഗം ചെയ്യുന്നതിൻ്റെ മഹത്വം പറഞ്ഞുകൊണ്ട് പ്രസംഗിച്ച് 3-ാമത്തെ ദിവസമാണ് സഹാബിയൊന്നും അല്ല, താബീങ്ങളിൽപ്പെട്ട അബൂ ഉബൈദ് അസ്സഖാഫി, സഖീഫ് ഗോത്രക്കാരനാവുന്ന മഹാനായ അബൂ ഉബൈദത്തല്ലോ, അബൂ ഉബൈദത്ത് റളിയല്ലാഹു തആല അൻഹു അശറത്തുൽ മുബശ്ശിരീങ്ങളിൽപ്പെട്ട അബൂ ഉബൈദത്ത് റളിയല്ലാഹു തആല അൻഹു ഉള്ളത് ഇപ്പുറത്ത് റോമക്കാരോട് നേരിടാൻ വേണ്ടിയിട്ട് ഖാലിദ് റളിയല്ലാഹുവിൻ്റെ നേതൃത്വത്തിൽ അവിടെയുള്ളത്. ഇവിടേക്ക് പോകുന്നത് ത്വായിഫുകാരനായ അബൂ ഉബൈദ് ആദ്യം ഞാൻ സന്നദ്ധനാണ് എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് നിന്ന് സന്നദ്ധത അറിയിച്ചത് മഹാനവറുകളാണ്. അതിനെ തുടർന്ന് ആളുകൾ നിരന്തരം സഹകരണം അറിയിച്ചു. അങ്ങനെ അതൊരു വലിയ സൈന്യമായി മാറിയപ്പോൾ അതിൽ ധാരാളം സഹാബാക്കളുണ്ട്, താബികളുണ്ട്. എങ്കിലും മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു അബൂ ഉബൈദിനെയാണ് ഈ സൈന്യത്തിൻ്റെ കമാൻഡറായി നിയമിച്ചത്. സ്വാഭാവികമായും സഹാബത്ത് സംശയം ചോദിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബത്തിൻ്റെ ബർക്കത്ത് ഈ വിജയത്തിനെയൊക്കെ ശക്തമായി സ്വാധീനിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള സഹാബത്തുള്ളൊരു സൈന്യത്തിൽ എന്തുകൊണ്ട് സഹാബി അല്ലാത്ത അബൂ ഉബൈദിനെ അമീറാക്കി നിശ്ചയിക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ, മുസ്ലിങ്ങൾ വലിയ പ്രതിസന്ധി നേരിട്ടപ്പോൾ, സഹായിക്കാൻ ആളില്ലാതെ ഒറ്റപ്പെടുമെന്ന് കണ്ട സമയത്ത് ആരും മുന്നോട്ട് വരാത്ത ഈ പരിഹാരത്തിന് വേണ്ടി, പ്രശ്നത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി ഒന്നാമതായി മുന്നോട്ട് വന്ന ആളാരോ അയാളാണ് നായകത്വം വഹിക്കേണ്ടത്. അങ്ങനെ അബൂ ഉബൈദിൻ്റെ നേതൃത്വത്തിൽ സൈന്യത്തെ അയക്കുമ്പോൾ മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു മഹാനവറുകൾ പ്രത്യേകമായി അബൂ ഉബൈദിനോട് വസിയത്ത് ചെയ്യുകയും കാര്യങ്ങൾ നിർദ്ദേശിക്കുകയും ചെയ്ത കൂട്ടത്തിൽ എന്ത് കാര്യങ്ങൾ തീരുമാനിക്കുന്നതിൻ്റെ മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബത്തിനോട് സമ്മതം ചോദിച്ച് അവരുമായി കൂടിയാലോചിച്ചു കൊണ്ടല്ലാതെ അന്തിമമായ തീരുമാനങ്ങളൊന്നും എടുക്കരുത് എന്ന് പ്രത്യേകം. കാരണം സഹാബത്തിൻ്റെ ബറക്കത്ത് പിന്നീട് വരുന്നവർക്ക് ഒരിക്കലും ലഭിക്കില്ല. അപ്പോൾ അവർ ഉപദേശം തേടി അവരുടെ നിർദ്ദേശം സ്വീകരിച്ചുകൊണ്ട് മുന്നേറാനാണ് കൽപ്പന. അങ്ങനെ ഈ സൈന്യത്തിൻ്റെ സാന്നിധ്യത്തോടു കൂടി തന്നെ മഹാനായ മുസന്ന റളിയല്ലാഹു തആല അൻഹുവിന്റെ സൈന്യത്തിന് ശക്തി ലഭിക്കുകയും ഉടനെ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു മഹാനായ ഖഅഖാദ് റളിയല്ലാഹു തആല അൻഹുവിനോടും അതുപോലെ തന്നെ അബ്ദുല്ലാഹിൽ ബജലി റളിയല്ലാഹു തആല അൻഹുവിനോടും ഇങ്ങനെ തുടങ്ങിയ പ്രമുഖരായ 4-5 സൈനിക നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ വിവിധ പ്രദേശങ്ങളിലുള്ളവരെയൊക്കെ ഇറാഖിലേക്ക് തിരിച്ചുവിടുകയും ചെയ്തു. അങ്ങനെ ഇറാഖിൽ ഒരുമിച്ച് കൂടിയ ഈ സൈന്യം ബഹുമാനപ്പെട്ട മുസന്ന ബിൻ ഹാരിസത്ത് ഷൈബാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ നേതൃത്വത്തിൽ ഒരുമിച്ച് കൂടി അവർ തമ്മിൽ ആലോചന നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ രാജസ്ഥാനം വഹിക്കുന്ന റുസ്തും തന്നെ തൻ്റെ നേതൃത്വത്തിൽ പേർഷ്യയിലെ ഏറ്റവും വലിയ സൈനിക ശക്തി, ഇത്ര വമ്പിച്ചൊരു സൈന്യം, 1,20,000 സൈന്യം മുന്നണിയായും അതിന് പോഷകസേനയായി 1,20,000 വേറെയും, അങ്ങനെ 2,40,000 സൈന്യങ്ങൾ. പേർഷ്യൻ സൈന്യം എന്ന് പറയുമ്പോൾ അറേബ്യൻ സൈന്യം പോലെയല്ല. പേർഷ്യൻ സൈന്യത്തെ ശക്തിപ്പെടുത്തുന്നത് പ്രധാനമായും ആനപ്പടയാണ്. അറബികൾക്ക് ആനയെ പരിചയമില്ല, അറബി കുതിരകൾക്കോ അറബി ഒട്ടകങ്ങൾക്കോ ആനയെ പരിചയമില്ല. യുദ്ധമുന്നണിയിൽ ആന ചീറിയെടുക്കുമ്പോൾ അറബികളുടെ കുതിരകളും ഒട്ടകങ്ങളും വിരണ്ടോടുകയാണ്. ഇങ്ങനെ ആനപ്പടയോടുകൂടി റുസ്തും വരുന്നുണ്ട്, വമ്പിച്ചൊരു. പക്ഷേ റുസ്തും രാജാവാണ്, സർവ്വസൈന്യാധിപനാണ്, രാജകുടുംബാംഗമല്ല, രാജാവാണ്, സർവ്വസൈന്യാധിപനാണ്. അതോടുകൂടി നല്ല ജ്യോത്സ്യനാണ്. നക്ഷത്രങ്ങളും ഗ്രഹനിലയും ഒക്കെ നോക്കിയിട്ട് കാര്യങ്ങൾ മുൻകൂട്ടി പറയുന്ന പണിക്കരെന്ന് അറിയില്ല നമ്മളെ, ആ പണി നന്നായി പഠിച്ച ആളാണ് ഇയാൾ. കണക്കിലൂടെ മനസ്സിലാക്കിയിട്ടുണ്ട് ഈ
മുസന്നയുടെ നേതൃത്വത്തിലുള്ള അല്ലെങ്കിൽ അബൂബൈദിന്റെ നേതൃത്വത്തിലുള്ള ഈ സൈന്യവുമായി ഏറ്റുമുട്ടുന്നത് പേർഷ്യക്ക് നേരിടുന്ന ഏറ്റവും വലിയ നഷ്ടമായിരിക്കും. നായകൻ വരെ കൊല്ലപ്പെടാൻ സാധ്യതയുള്ള, കടുത്ത തിരിച്ചടി നേരിടാൻ സാധ്യതയുള്ള ഒരു പോരാട്ടമാണ് നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇയാൾ മുസ്ലിം സൈന്യത്തെ നേരിടാൻ മടിച്ച് 4 മാസം വരെ കാത്തുനിന്നു. അതിനിടയിൽ മഹാനായ മുസന്നർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ അടുത്തേക്ക് ആളെ അയച്ചു. വിഷയം നേരിട്ട് നമുക്ക് ഉഭയകക്ഷി ചർച്ചയിലൂടെ രമ്യമായി പരിഹാരം കാണാം. അങ്ങനെ മഹാനായ മുസന്നർ റളിയല്ലാഹു തആല അൻഹു അയച്ചു കൊടുത്തു. 4 പ്രതിനിധികൾ അയച്ചു കൊടുത്തു. അവരുമായി ചർച്ച ചെയ്തു. റുസ്തും പറഞ്ഞു, നിങ്ങൾ എന്തിനാണ് ഇങ്ങോട്ട് വന്ന് ഇവിടെ പ്രശ്നം ഉണ്ടാക്കുന്നത്? പണ്ടേ ഞങ്ങൾ അറബികൾക്ക് വേണ്ട എല്ലാ സഹായവും ചെയ്തു തരുന്നുണ്ട്. പ്രത്യേകിച്ച് മക്കക്കാർക്ക് ഞങ്ങളുടെ നാട്ടിൽ ഏത് പട്ടണത്തിലും വന്ന് സ്വതന്ത്രമായി വ്യാപാരം നടത്താൻ, ജീവിതമാർഗം കാണാനും ഞങ്ങൾ ഒരു കാലത്തും തടസ്സമായിട്ടില്ല. ഇനിയും നിങ്ങൾക്കത് ചെയ്യാം. ഞങ്ങൾ നിങ്ങളുടെ നാട്ടിനെ ആക്രമിക്കാൻ ഇന്ന് വരെ വന്നിട്ടില്ല. പിന്നെ എന്തിനാണ് നിങ്ങൾ ഞങ്ങളോട് യുദ്ധത്തിന് വരുന്നത്? അതുകൊണ്ട് നിങ്ങൾ തിരിച്ചു പോകണം. ഇപ്പോൾ നിലവിലുള്ള ഓരോ പട്ടക്കാരനും 2 ജോഡി വസ്ത്രവും അതുപോലെ തന്നെ 20 ദീനാറും കണ്ടുതരാം. അതിൻ്റെ പുറമെ നിങ്ങളുടെ കമാൻഡർക്ക് 100 ദീനാറും മറ്റ് ആനുകൂല്യങ്ങളും തരാം. നിങ്ങൾക്ക് നാട്ടിൽ തിരിച്ചു പോകാം. നിങ്ങൾക്ക് അവിടെ കഷ്ടപ്പാടാണ്. അറബി നാട്ടിൽ കാര്യമായ വരുമാനങ്ങളൊന്നുമില്ലെന്ന് ഞങ്ങൾക്കറിയാം. മറ്റൊരു ഓഫറും തരാം. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും ഞങ്ങളുടെ ഈ പേർഷ്യൻ സാമ്രാജ്യത്തിൽ വ്യാപാരം നടത്താനുള്ള ലൈസൻസ്, നിങ്ങൾ ഫീസ് അടക്കാതെ തന്നെ ലൈസൻസ് തരാം. നിങ്ങൾക്ക് ഇഷ്ടം പോലെ വ്യാപാരം നടത്താം. തന്നെയുമല്ല, നിങ്ങൾക്ക് ഓരോരുത്തർക്കും വർഷം തോറും ഈ ആനുകൂല്യങ്ങൾ ഞങ്ങൾ അങ്ങോട്ട് എത്തിച്ചു തരികയും ചെയ്യാം. അപ്പോൾ സഹാബത്ത് പറഞ്ഞു, ഞങ്ങൾ നിങ്ങളെ കാശിന് വന്നവരല്ല, നിങ്ങളുടെ വസ്ത്രത്തിന് വന്നവരല്ല, ഞങ്ങൾക്ക് ദാരിദ്ര്യം എന്നതൊരു പ്രശ്നവുമല്ല. അറബികൾ പൊതുവേ അങ്ങനെയാണ്. ഞങ്ങളെ സംബന്ധിച്ച് സാമ്പത്തികമായ ഒരു ഔന്നിത്യം പണ്ടേ പ്രതീക്ഷിക്കുന്നവരല്ല. ഞങ്ങൾ കുടുംബപരമായ അഭിമാനവും അന്തസ്സും കാത്തു സൂക്ഷിക്കുന്നവരാണ്. അതിൽ പണക്കാരുണ്ടാവും, പാവപ്പെട്ടവരുണ്ടാവും. അത് ഞങ്ങളെ സംബന്ധിച്ചൊരു പ്രശ്നമല്ല. ജീവിത പ്രയാസം എന്നത് ഞങ്ങളുടെ നാട്ടിൻ്റെ തന്നെ പ്രത്യേകതയാണ്. അതിനു വേണ്ടി വന്നവരല്ല ഞങ്ങൾ. മറിച്ച് ഞങ്ങൾ വന്നിരിക്കുന്നത് ഖറജ്ന ലി യഅ്ബുദല്ലാഹ, അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുക, വഅൻ നുഖ്രിജ മിൻ ഇബാദത്തി മിൻ ഇബാദത്തിൽ ഇബാദി ഇലാ ഇബാദത്തി റബ്ബിൽ ഇബാദ്. ഞങ്ങൾക്ക് ഒറ്റ ലക്ഷ്യമുള്ളൂ, അല്ലാ യത്തഖിദ ബഅദുനാ ബഅദൻ അർബാബ. രാജാവിൻ്റെ അടിമ ജനങ്ങൾ, സൈനിക നായകൻ്റെ അടിമ പട്ടാളക്കാർ, ഇങ്ങനെ ചിലരെ അടിമകളാക്കി വെച്ചുകൊണ്ട് ദിവ്യത്വം സ്വയം ദൈവമായി അവരോധിക്കുകയും ജനങ്ങളെ അടിമകളാക്കി വെച്ച് ജനങ്ങളെ കൊണ്ടിട്ട് പൂജ ചെയ്യിക്കുകയും ചെയ്യുന്ന ഈ അടിമ സമ്പ്രദായത്തിൽ നിന്നും ജനങ്ങളെ മോചിപ്പിച്ച് സകല ലോക രക്ഷിതാവായ റബ്ബിൻ്റെ അടിമത്വത്തിലേക്ക് മനുഷ്യനെ ഉയർത്തുക എന്നൊരൊറ്റ ലക്ഷ്യമാണുള്ളത്. പറഞ്ഞു, എന്താണ് ഞാൻ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങളൊന്നും ചെയ്യേണ്ട. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന തൗഹീദിൻ്റെ കലിമ അംഗീകരിക്കുക. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുവന്ന ദീൻ നിങ്ങൾ അംഗീകരിക്കുക, അതനുസരിച്ച് ജീവിക്കുക. അങ്ങനെ ഞാൻ ചെയ്താലോ ഞങ്ങളെ വാട്ടിന് പോവും. ഞങ്ങൾക്ക് നിങ്ങളെ നാട് വേണ്ട, നിങ്ങളെ സ്വത്ത് വേണ്ട. നിങ്ങളെ നാട് പിടിക്കാൻ വന്നവരല്ല ഞങ്ങൾ, നിങ്ങളെ സ്വത്ത് കൊള്ളടിക്കാൻ വന്നവരല്ല ഞങ്ങൾ. ഞങ്ങളെ ഈ തൗഹീദിൻ്റെ സന്ദേശം ദഅവത്ത് ചെയ്യാൻ ഞങ്ങളുടെ പ്രവാചകൻ ഞങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ അടിയാറുകൾ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന അവസ്ഥയിലേക്ക്, അടിമകൾക്ക് അടിമത്വം ചെയ്യുന്ന അവസ്ഥയിൽ നിന്നിട്ട് മോചിപ്പിച്ച് ഇലാഹു റബ്ബിനെ ആരാധിക്കുന്ന അവസ്ഥയിലേക്ക് ഉയർത്തുക. നിങ്ങളത് ചെയ്താൽ ലക്കും മാലന വാലൈക്കും മാലീന, ഞങ്ങൾക്കുള്ള ആനുകൂല്യങ്ങളൊക്കെ നിങ്ങൾക്കും ഉണ്ടാവും, ഞങ്ങൾക്കുള്ള ഉത്തരവാദിത്വങ്ങളൊക്കെ നിങ്ങൾക്കും ഉണ്ടാവും. നിങ്ങൾക്ക് നിങ്ങളുടെ നാട്, നിങ്ങളുടെ രാജ്യം, നിങ്ങളുടെ സ്വത്ത്, നിങ്ങളുടെ ഭരണം. പക്ഷേ നിങ്ങൾ മുസ്ലിമായി ജീവിക്കണം. അതിന് തയ്യാറല്ലെങ്കിലോ? തയ്യാറല്ലെങ്കിൽ ഞങ്ങൾ ഭരണം ഏറ്റെടുക്കും. നാട്ടിൽ സത്യവും നീതിയും ന്യായവും വലിപ്പച്ചെറുപ്പമില്ലാതെ മുഖം നോക്കാതെ ഞങ്ങൾ നടപ്പിലാക്കും. നാട്ടിൽ സമ്പൽ സമൃദ്ധിയും സൗഹാർദ്ദവും ഐക്യവും ഒത്തൊരുമയും സമത്വവും
വിളയാടും, നാടിന് ക്ഷേമം വരും. നിങ്ങൾ തരേണ്ടത് ഭൂമിക്ക് നികുതി തരണം, വ്യക്തിക്ക് സംരക്ഷണത്തിന് നികുതി തരണം, അഥവാ ജിസിയ വേണം. നിങ്ങളുടെ നാടും നാട്ടുകാരെയും രാജ്യത്തെയും ഞങ്ങൾ സംരക്ഷിച്ചു കൊള്ളും. നാട്ടിൻ്റെ എല്ലാ തരം പുരോഗതിയിലും ഞങ്ങൾ കൂടെ ഉണ്ടാവും. അതിനും തയ്യാറല്ലെങ്കിലോ? അതിന് തയ്യാറല്ലെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് മൂന്നാമത്തെ പണി ഈ സ്വാതന്ത്ര്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് അല്ലാഹു തആല തീരുമാനിക്കട്ടെ, ഞങ്ങൾ പരസ്യമായി യുദ്ധം പ്രഖ്യാപിക്കും. പ്രഖ്യാപിത യുദ്ധത്തിൽ ഞങ്ങൾ ശത്രുവിനെ നേരിടും. ആരെയും ഞങ്ങൾ വഞ്ചിക്കില്ല. യുദ്ധം പരസ്യമായി വിളംബരം ചെയ്ത് പ്രഖ്യാപിക്കാതെ ഒരു ശത്രുവിനോടും ഞങ്ങൾ യുദ്ധം ചെയ്യില്ല. മൂന്നാമത്തത് വിളംബരം ചെയ്യുക, അനന്തരം യുദ്ധം ചെയ്യുക. അള്ളാഹു ആർക്കാണോ വിജയം കൊടുക്കുന്നത് അവർക്ക് വിജയം കിട്ടും. ഓഹോ, പറഞ്ഞതൊക്കെ നല്ല കാര്യമാണ്. പക്ഷെ ഞാൻ ഒന്ന് ആലോചിക്കാനുള്ള ഒരു സാവകാശം തരണം. ആയിക്കോട്ടെ, അങ്ങനെ സാവകാശം തരാം, 1-2 ദിവസം വേണമെങ്കിൽ തരാം. അല്ല, അതുപോരാ. പേർഷ്യ സാമ്രാജ്യത്തിലെ പ്രവിശ്യകളിലൊക്കെയുള്ള ഭരണാധികാരികളും അതുപോലെ തന്നെ സൈനിക നായകരുമായി കൂടിയാലോചിക്കാനുള്ള ഒരു സാവകാശം വേണം. സാഹബത്ത് പറഞ്ഞു, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 3 ദിവസം വരെ അവധിയാണ് നൽകാൻ ഞങ്ങൾക്ക് ഓർഡറുള്ളൂ. അതിൽ യാതൊരു വ്യത്യാസമില്ല. ഈ 3 ദിവസം വരെ നിങ്ങൾക്ക് ആലോചിക്കാനും കാര്യങ്ങൾ തീരുമാനിക്കുവാനും സാവകാശമുണ്ട്. 3 ദിവസത്തിനുള്ളിൽ നിങ്ങൾ 2-1 തീരുമാനം അറിയിക്കണം, അല്ല 3-1 തീരുമാനം. മുസ്ലിമാവുന്നു എന്നാൽ പിന്നെ പ്രശ്നം എല്ലാം തീർന്ന് ഞങ്ങളെ പാട്ടിന് പോകും, നിങ്ങൾക്ക് നിങ്ങളെ നാടും ഇസ്ലാമും ദീനുമായിട്ട് ജീവിക്കാം. അതില്ലെങ്കിൽ നിങ്ങൾ ജിസിയ ചെന്ന് മുസ്ലിം ഭരണം അംഗീകരിക്കണം. എങ്കിൽ നാട്ടിൽ നീതിയും ന്യായവും സത്യവും ഞങ്ങൾ നടപ്പിലാക്കും. അതിനൊന്നും ഇല്ലേ, 3-ാം ദിവസം ഞങ്ങൾ യുദ്ധം പ്രഖ്യാപിക്കും. പിന്നെ വിധി അള്ളാഹുവിൻ്റെതാണ്. അള്ളാഹു വിജയം കൊടുക്കുന്നവർ വിജയിക്കും, പരാജയപ്പെടുന്നവർ പരാജയപ്പെടും. ഞങ്ങൾക്ക് രണ്ടിലും ബേജാറില്ല. ഞങ്ങൾ മരണപ്പെട്ടാൽ നിത്യജീവൻ ലഭിക്കുന്ന ഷഹാദത്താണ്. ജീവിച്ചാൽ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ലോകത്ത് സമത്വവും നീതിയും നടപ്പിലാക്കുകയാണ്. 3 ദിവസം 3 ദിവസം ആലോചിക്കാമെന്നാണ്. ഇദ്ദേഹത്തിന് സത്യം ബോധ്യപ്പെട്ടു, അദ്ദേഹത്തിന് മുസ്ലിമാകണമെന്ന് താല്പര്യം ജനിച്ചു. പക്ഷേ മുസ്ലിം പ്രതിനിധികളെ വിട്ടതിന് ശേഷം ഓഫീസർമാർ യോഗം കൂടി, സൈനിക ഓഫീസർമാർ കൂടി യോഗം കൂടി. അദ്ദേഹം പറഞ്ഞു, അവരുടെ മുഖത്ത് നോക്കിയാൽ അറിയാം അവർ സത്യവാന്മാരാണ്. അവരുടെ പെരുമാറ്റവും സംസാരവും കണ്ടാൽ അറിയാം അവര് നീതിമാന്മാരാണ്. അനീതി അവരിൽ നിന്നിട്ടുണ്ടാവില്ല. അത് അംഗീകരിക്കുന്നതല്ലേ നമുക്കും നാട്ടിനും നല്ലത്. അതിലെല്ലാവരും ഒരേ ശബ്ദത്തിൽ പറഞ്ഞു, മരിക്കലാണ് അതിനേക്കാളും നല്ലത്. കണ്ടില്ല നിങ്ങൾ അവരെ കോലം? പരിക്കൻ ഒരു ജോഡി വെറും കോറത്തുണി എടുത്ത് ഒരു കോറത്തുണി പുതച്ച്, എന്താണ് അവരുടെ കയ്യിലുള്ളത്? ഇവരാണെങ്കിൽ കോടികൾ വിലമതിക്കുന്ന മുത്തുരത്നങ്ങൾ പതിച്ച ഉടയാടകളും അതുപോലെ തന്നെ ആഭരണങ്ങളും കിരീടങ്ങളും ധരിച്ചവരായി ഓഫീസർമാർ, വലിയ വലിയ ഓഫീസർമാരൊക്കെ. അവരുടെ ഒരു കിരീടത്തിലുള്ള ഒരു മുത്തിന് വില വരൂല ഈ എല്ലാ സഹാബാക്കളും കൂടി ധരിച്ച വസ്ത്രത്തിന്. ഇത്രയും സാധാരണക്കാരായ അവരെ നേതാക്കന്മാരെ അംഗീകരിച്ച് ആ പ്രസ്ഥാനത്തിൽ ജീവിക്കുന്നതിനെക്കാട്ടി നല്ല മരിക്കലല്ലേ. ഒരു രക്ഷയില്ല, ഞങ്ങൾക്ക് സ്വീകാര്യമല്ല. എന്നിട്ടും അദ്ദേഹം ആഴ്ചകളല്ല മാസങ്ങൾ പിന്നെയും നീട്ടിവെച്ചു. ഒഴിഞ്ഞു മാറി മുസ്ലിങ്ങൾക്ക് അനുഗ്രഹവായിക്കാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അപ്പോഴേക്ക് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു വിഷയത്തിൻ്റെ ഗുരുതരാവസ്ഥ മനസ്സിലാക്കി മഹാനായ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു തആല അൻഹുവിനെ പേർഷ്യയോട് പോരാടുന്ന സൈന്യത്തിൻ്റെ ചീഫ് കമാൻഡറായി നിയമിച്ച് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബമാവുന്ന ബനൂ സുഹ്റ കുടുംബക്കാരനാണ്, സുഹരിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അമ്മാവനാണ്, അശറത്തുൽ മുബശ്ശിരീങ്ങളിൽപ്പെട്ട സഹാബിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് തന്നെ അറിയപ്പെട്ട വലിയ അശ്വഭടനാണ്. എല്ലാം കൊണ്ടും യോഗ്യനായ മഹാനായ സഅദ് റളിയല്ലാഹു തആല അൻഹുവിനെ വസിയത്ത് ചെയ്ത് യാത്ര അയക്കുന്ന സമയത്ത് പറഞ്ഞു, നിങ്ങൾ മുസന്നയുടെ പിന്നിൽ ഒത്തൊരുമിച്ച് നിങ്ങൾ 3 കമാൻഡർമാരും ഒന്നിച്ച് പ്രവർത്തിക്കണം. മുസന്ന കഴിഞ്ഞാൽ പിന്നീട് നിങ്ങളായിരിക്കണം അവിടുത്തെ സൈനിക നായകത്വം വഹിക്കേണ്ടത്. അത് പറഞ്ഞ്
മഹാനായ സഅദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ നേതൃത്വത്തിലുള്ള സൈന്യം പുറപ്പെട്ടേയുള്ളൂ. വഴിമധ്യേ തന്നെ മഹാനായ മുസന്ന റളിയല്ലാഹു തആല അൻഹു ഷഹീദായി. യുദ്ധത്തിലല്ല, നേരത്തെ യുദ്ധത്തിലേറ്റ പരിക്ക് അല്പം സമാധാനമായിരുന്നു എങ്കിലും പിന്നീട് ആ മുറി പഴുത്ത് അതിലൂടെ മഹാനായ മുസന്ന ബിൻ ഹാരിസത്ത് ശൈബാനി റളിയല്ലാഹു തആല അൻഹു വഫാത്തായി. അതിനു മുമ്പ് ജിസ്ർ അബി ഉബൈദ് എന്ന പേരിൽ ഒരു വലിയ യുദ്ധം നടന്നിട്ടുണ്ട്. അത് റുസ്തുമിന്റെ നേതൃത്വത്തിലല്ല, ഹുർമുസാന്റെ നേതൃത്വത്തിലായിരുന്നു. മഹാനായ അബൂ ഉബൈദ റളിയല്ലാഹു തആല അൻഹുവിന്റെ നേതൃത്വത്തിൽ വന്ന സൈന്യം നദിയുടെ ഇക്കരയും, ഹുർമുസാന്റെ നേതൃത്വത്തിലുള്ള സൈന്യം നദിയുടെ അക്കരയും ഇക്കരയും നിന്ന് യുദ്ധം ചെയ്യാൻ കഴിയില്ല. അവര് പേർഷ്യക്കാർ വെല്ലുവിളിച്ചു, നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ, നിങ്ങൾ സ്വർഗത്തിന് വന്ന ആളുകളല്ലേ, നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ പാലം കടന്ന് ഇക്കരം വരണം. അല്ല, വേണ്ട, ഞങ്ങളുടെ നാടിന് വേണ്ടി, ഞങ്ങളുടെ ആദർശത്തിന് വേണ്ടി മരിക്കാൻ സന്നദ്ധരാണ്, ഞങ്ങൾ വേണമെങ്കിൽ പാലം കടന്ന് ഇപ്പുറം വരാം, മുസ്ലിങ്ങളുടെ ഇക്കരെ കടന്നു തരാം, അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് വരിക. പക്വതയും പരിചയവുമുള്ള മുതിർന്ന സഹാബത്തൊക്കെ പറഞ്ഞു, അക്കരെ കിടക്കണ്ട, ഇവിടെ നിന്നാൽ മതി, അവരിങ്ങോട്ട് വരട്ടെ, അവരെ നാടല്ലേ, അക്കരയായ പോലെ നാടാണ്, ഇക്കരയായ പോലെ നാടാണ്, നമ്മൾ അങ്ങോട്ട് പോകണ്ട, നമ്മൾ ആരും പോയി യുദ്ധം ചെയ്യുന്ന കൂട്ടരല്ല. നമ്മൾക്ക് ഈ ഹിദായത്തിലേക്ക് ജനങ്ങളെ ദാവത്ത് നടത്തുക, അവരോട് ദാവത്ത് നടത്തിയിട്ട് അവർ നന്നാകുകയാണെങ്കിൽ നന്നാകുക, അതില്ലെങ്കിൽ ജിസിയ എന്നുകൊണ്ട് മുസ്ലിം ഗവൺമെൻറ് അംഗീകരിക്കുക. അതൊന്നും ഇല്ലെങ്കിലല്ലേ യുദ്ധം, ഓലയിലെ പോയി യുദ്ധത്തിനൊന്ന് ഓലും ഇങ്ങോട്ട് വരട്ടേറ്. അതിൽ അബൂ ഉബൈദ് പറഞ്ഞു, അത് പറയാൻ പറ്റൂല, അവർ ദുന്യാവിൻ്റെ അഹ്ലുകാരല്ലേ ഹബീബന്മാരെ, അവർക്ക് ഈ ദുന്യാവ് പോയാൽ പിന്നെ വല്ലതും ഉണ്ടോ? നമ്മൾ ആഖിറത്തിന് വരുന്നവരല്ലേ, നമ്മൾ ജയിക്കാൻ വരുന്നവരല്ല, നമ്മൾ മരിക്കാൻ വരുന്നവരാ. കാരണം എന്താ, ജയിച്ചാൽ ഒരു മരണം എന്തായാലും ഉണ്ട്, അതേ സമയത്ത് മരണപ്പെട്ടാലോ, യുദ്ധത്തിൽ മരണപ്പെട്ട പിന്നെ മരണമില്ലല്ലോ. ലാ തഹ്സബന്നല്ലദീന ഖുതിലൂ ഫീ സബീലില്ലാഹി അംവാത ബൽ അഹ്യാഉൻ. അള്ളാഹിന്റെ മാർഗത്തിൽ കൊല്ലപ്പെട്ടവൻ മരിച്ചവരാണ് നിങ്ങൾ വിചാരിക്കോ കൂടി വേണ്ട, അവർ നിത്യജീവൻ ലഭിച്ചവരാണെന്നല്ലേ അള്ളാഹു പറഞ്ഞത്. അപ്പം നമ്മൾ നിത്യജീവൻ ലഭിക്കുന്ന ഷഹാദത്ത് ആഗ്രഹിക്കുന്നത്, പിന്നെ അവരിങ്ങോട്ട് വരാൻ കാത്തിക്കേണ്ട ആവശ്യം, നമ്മൾ അങ്ങോട്ട് പോകാൻ. കമാൻഡർ മൂപ്പരാണല്ലോ. ആ നിലക്ക് അതൊരു അബദ്ധമായിരുന്നു. പരിചയവും പക്വതയുമുള്ള സഹാബത്തിൻ്റെ അഭിപ്രായമായിരുന്നു കൂടുതൽ ഫലപ്രദം. പക്ഷെ അള്ളാഹു ഒരു കാര്യം ഖളാ ആക്കിയാൽ അതിനെ മറികടക്കാൻ ലോകത്തൊരാൾക്കും കഴിയില്ലല്ലോ. അപ്പോൾ കമാൻഡർ എന്ന നിലക്ക് അബൂ ഉബൈദിൻ്റെ നിർദ്ദേശം സ്വീകരിച്ച് പാലം കടന്നു. മുന്നണിയിൽ പ്രഗത്ഭരായ രണശൂരരായ യോദ്ധാക്കളും ബാക്കി സാധാരണ പടയാളികളുമായി കടന്നു. അക്കരെ കടക്കലും സർവസജ്ജരായ പേർഷ്യൻ സൈന്യം ആനപ്പടയ കൊണ്ടിട്ട് നേരിട്ടു. കടന്നു വരുന്ന കുതിരകളും ഒട്ടകങ്ങളും ആനയുടെ ചീറിയടുക്കൽ കേൾക്കുമ്പം ചാടി പുഴയിൽ വീണുപോയി. ഒരുപാട് കുതിരകളും ഒട്ടകങ്ങളും നദിയിൽ വീണുപോയി പേടിച്ചിട്ട്. സഹാബത്തിന് ഇത് നിയന്ത്രിക്കാൻ കഴിയാതായി, കാരണം അത് പേടിച്ചു വിടുകയാണ്. അവിടെ അബൂ ഉബൈദ റളിയല്ലാഹു തആല അൻഹു മുന്നണി പോരാളികളെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ നോക്കി നിൽക്കേണ്ട സമയമല്ല, ആന അള്ളാഹിന്റെ മഖ്ലൂഖാത്തിൽപ്പെട്ടൊരു മഖ്ലൂഖാണ്, ആനയോട് ചെയ്യാദ്യ യുദ്ധം എന്ന് പറഞ്ഞു. അങ്ങനെ സഹാബത്തിനെ സമ്മതിക്കണം. സർവവിധ സജ്ജീകരണങ്ങളോട് ആയുധത്തോടു കൂടിയ 4-5 ആളുകളാണ് ഒരു ആനപ്പുറത്ത്. അതിൻ്റെ പുറമെ ആന സ്വന്തം പോരാടുകയാണ്. ഈ ആനപ്പുറത്ത് സ്വന്തം ദേഹത്തോടു കൂടി ചാടിക്കേറി ആനപ്പുറത്ത് ഇരിക്കുന്നവരെ മുഴുവനും വെട്ടി താഴെയിട്ട് ആ ആനയുടെ തല വെട്ടിയിട്ട് അങ്ങനെ ധാരാളം ആനകളെ കൊല്ലപ്പെട്ടു. പക്ഷേ ആനകളുടെ കൂട്ടത്തിൽ ഏറ്റവും ഭീകരനായ ഒരു ആന ഉണ്ടായിരുന്നു. ഈ ആനയുടെ അടുത്ത് ആർക്കും അടുക്കാൻ കഴിയുന്നില്ല. മഹാനായ അബൂ ഉബൈദ് നേരിൽ വന്നിട്ട് ആനയുടെ തുമ്പിക്ക് കൊടുത്തു വിട്ട്. പക്ഷേ ആനയുടെ തുമ്പിയറ്റെങ്കിലും ആന മതമിളകി മഹാനായ അബൂ ഉബൈദിനെ ചവിട്ടി താഴെയിട്ട്. അബൂ ഉബൈദിനെ ചവിട്ടി നല്ല ചവിട്ടി. ആ ചവിട്ടിൻ്റെ മുകളിൽ നിന്ന് ആന
അനങ്ങിയില്ല. പിന്നെ ഷഹീദാവെന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ മയ്യത്ത് അവിടെ നിന്ന് എടുക്കാൻ മഹാനായ ഖഅഖാബ് ബിൻ അംർ ഈ ആനയുടെ കാല് വെട്ടേണ്ടി വന്നു. അങ്ങനെ ആ മയ്യത്ത് എടുക്കാൻ കഴിഞ്ഞു. കമാൻഡർ കൊല്ലപ്പെടുകയും കുതിരകളും ഒട്ടകളും പിന്തിരിഞ്ഞോടുകയും ചെയ്ത് ജീവനും കൊണ്ട് മറുകര നേടേണ്ട അവസ്ഥ വന്നു മുസ്ലിം സൈന്യത്തിന്. ചെറിയ പാലല്ലേ, ആയിരങ്ങൾ അക്കരെ കടന്നത് ഒന്നിച്ച് കൂട്ടോട്ടത്തിൽ പാലത്തിൻ്റെ കൈവരികൾ പൊട്ടിപ്പോയി. അങ്ങനെ ധാരാളം ആളുകൾ പുഴയിൽ വീണു. അപ്പോഴാണ് ഈ വെപ്രാളം കണ്ട് ഖഅഖാബ് ബിൻ അംർ റളിയല്ലാഹു അൻഹു വിളിച്ചു പറഞ്ഞു, നിങ്ങൾ ആരും ബേജാറാവണ്ട. മുസന്ന റളിയല്ലാഹു തആല നിങ്ങൾ ബേജാറാവണ്ട, നിങ്ങൾ മറുകര കടന്നോളൂ. പാലത്തിൻ്റെ ഒരു ഭാഗത്ത് മുസന്ന റളിയല്ലാഹു അൻഹും മറുഭാഗത്ത് ഖഅഖാബ് ബിൻ അംറും നിന്നു. നിങ്ങൾ ശാന്തരായി പോയിക്കോളൂ, ഞങ്ങൾ രണ്ടുപേരും ഇവിടെ ഉള്ള സമയത്ത് നിങ്ങളെ പിന്നിൽ ഒരാളും വരില്ല. അതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് കുതിരകൾ നഷ്ടപ്പെട്ടു, ഒരുപാട് ഒട്ടകങ്ങൾ നഷ്ടപ്പെട്ടു, ധാരാളം ആളുകൾ ഈ നദിയിൽ വീണ് മരണപ്പെട്ടു. മുസ്ലിങ്ങൾ പേർഷ്യയിൽ നേരിട്ട ഏറ്റവും ഗുരുതരമായ തിരിച്ചടി അതായിരുന്നു. ഇതിലേറ്റ പരിക്ക് കൊണ്ടാണ് ഈ വിവരം കിട്ടിയപ്പോൾ ബഹുമാനപ്പെട്ട ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു മഹാനായ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ നേതൃത്വത്തിൽ സൈന്യത്തെ അയക്കാൻ കാരണമുണ്ടായത്. ഇവരെത്തുന്നതിന് മുമ്പ് തന്നെ മഹാനായ മുസന്ന റളിയല്ലാഹു തആല അൻഹു വഫാത്തായി. വന്ന് ബഹുമാനപ്പെട്ട സഅദ് റളിയല്ലാഹു തആല അൻഹു ഒരു അത്ഭുത മനുഷ്യനാണ്. സഹാബാക്കളൊക്കെ അങ്ങനെ തന്നെ. അത് നമ്മൾ അത്ഭുത മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഇവരുടെ തലസ്ഥാനത്ത് അന്നത്തെ രാജാവ് നിലകൊണ്ടിരുന്ന പ്രദേശത്തേക്ക് യുദ്ധത്തിന് പോവാ. റുസ്തുമിനോടുള്ള യുദ്ധം പിന്നെ പെട്ടെന്ന് കഴിഞ്ഞിട്ടുണ്ട്. അധികം താമസിയാതെ റുസ്തുമുമായി ഏറ്റുമുട്ടി ആ യുദ്ധത്തിൽ മഹാനായ മഹാനായ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു തആല അൻഹുവിനെ വധിക്കാൻ വേണ്ടി മുന്നേറിയ റുസ്തുമിൻ്റെ അംഗരക്ഷകരും കൂടി മുന്നേറുമ്പോൾ മഹാനായ ഖഅഖാബ് ബിൻ അംർ റുസ്തുമിനെ വെട്ടിക്കൊന്നു. പിന്നീട് മുസ്ലിം മുന്നണി പോരാളികൾ അയാളുടെ അംഗരക്ഷകരെയും കൊലപ്പെടുത്തിയതോടുകൂടി പേർഷ്യക്കാർ പിന്തിരിഞ്ഞോടി. പേർഷ്യക്കാർക്ക് അങ്ങനെ ഒരു സുഖമുണ്ട്, നേതാവ് കൊല്ലപ്പെട്ടാൽ പിന്നെ അവർ നിൽക്കൂല, എത്ര ശക്തി സൈന്യത്തിനുണ്ടെങ്കിലും. അതുകൊണ്ട് തന്നെ സഹാബത്ത് എപ്പോഴും പേർഷ്യക്കാരുമായി നടന്ന യുദ്ധത്തിലൊക്കെ എപ്പോഴും ആ ഒരു തന്ത്രമാണ് പറ്റുക. പ്രത്യേകിച്ച് ഖാലിദ് റളിയല്ലാഹു തആല അൻഹു അവിടെ ഉണ്ടായിരുന്ന സമയത്ത് ആദ്യം തന്നെ ചെയ്യുക അവരുടെ ഏറ്റവും വലിയ കമാൻഡറെ നേരിട്ട് വിളിക്കുക ചെയ്യുക. ആദ്യം നമ്മളും നോക്കുക. അറിയാം, ഒരാളെങ്കിലും ഖാലിദ് റളിയല്ലാഹു തആല അൻഹുവിനെ നേരിട്ടിട്ട് ജീവനും കൊണ്ട് തിരിച്ചു പോയ ആരും ഉണ്ടായിട്ടില്ല. അങ്ങനെ വരുമ്പോൾ ഒരു കമാൻഡറും അയാളങ്ങളെ അംഗരക്ഷകരായ 5-10 ആളും കൊല്ലപ്പെട്ട യുദ്ധം തീർന്നു. ബാക്കിയുള്ളവർ പിന്നെ തടിയും കൊണ്ട് പായ്യ. ഈ പായുമ്പം കോടികളെ സമ്പത്തുണ്ടാവും, അതൊക്കെ ഇട്ടെറിഞ്ഞിട്ട് തടിയും കൊണ്ട് ഓടും. ആ സ്വത്ത് മുഴുവനും ഗനീമത്ത്. ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾക്ക് ഗനീമത്ത് കിട്ടിയത് അങ്ങനെയാണ് പേർഷ്യന്ന്. കാരണം പണിയൊന്നുമില്ല, കമാൻഡർ കൊല്ലപ്പെട്ടു, അവരെയാൾ അംഗരക്ഷകരും കൊല്ലപ്പെട്ട, ബാക്കിയുള്ളവർ തടി കിട്ടിയാൽ മതി എന്ന് പറഞ്ഞിട്ട് പായ്യ. ഇവരൊന്നും വെറുങ്കയ്യായിട്ടല്ല വരിക, അവർ വലിയ കോടികളുടെ സമ്പത്ത് അവരുടെ ഉടയാടകളിൽ തന്നെ ഉണ്ടാവും. പിന്നെ അവരുടെ കൂടെ കൈവശത്തിലും അതെല്ലാം ഇട്ടെറിഞ്ഞ് പോകുമ്പോൾ അതെല്ലാം മോമിനിങ്ങൾ ഗനീമത്തെടുക്കും. നാട്ടുകാർ പേർഷ്യയിൽ ഒരിക്കലും സഹാബത്തിനോട് എതിർത്തിട്ടില്ല. ആണ് എൻ്റെ രസം. കാരണം എന്താണെന്ന് വെച്ചാൽ സമ്പൽ സമൃദ്ധമായ ആ നാട് രാജാക്കന്മാരും പട്ടാളക്കാരും ഭരണാധികാരികളും സുഖലോലുപന്മാരായി ജീവിക്കുമ്പം നാട്ടുകാരായ സാധാരണക്കാരത് വ്യാപാരികളാണെങ്കിലും അതുപോലെ കർഷകരാണെങ്കിലും രണ്ട് വിഭാഗമാണ്. അവരെ പീഞ്ഞ് നികുതിയും, നികുതിൻ്റെ മേൽ സർചാർജും, അതിൻ്റെ മേൽ സർചാർജും, അതിൻ്റെ മേൽ നികുതിയും. നമ്മുടെ നാട്ടിലിപ്പോൾ അങ്ങനെയാണല്ലോ. 80 രൂപ പെട്രോളിന് 1 ലിറ്ററിന് കൊടുക്കണമെങ്കിൽ ഇപ്പം അതിലൊക്കെ കൂടി 41 രൂപ നികുതിയും സർചാർജും കൂടിയാ. ബാക്കി 39 രൂപ ഇത് സാധനത്തിൻ്റെ വിലയുള്ളൂ എന്നതുപോലെ ഈ സ്വഭാവമായിരുന്നു പേർഷ്യൻ സാമ്രാജ്യത്തിലെ ഭരണാധികാരികൾക്ക്. പാവപ്പെട്ട കർഷകരെയും കച്ചവടക്കാരെയും പിഴിഞ്ഞ് നികുതി എന്നും സർചാർജ് എന്നും പറഞ്ഞിട്ട് കണ്ടമാനം അടിച്ചേൽപ്പിക്കുക. ഇവർ ന്യായവും നീതിയുമില്ല, ഗവൺമെൻറ്റിൽ നിന്നിട്ട് ഒരു ആനുകൂല്യവുമില്ല. എന്നിട്ടും നികുതി കൊടുത്ത് കർഷകന്മാരും കച്ചവടക്കാരും വലഞ്ഞിരിക്കുകയാണ്. അപ്പം അവർക്കറിയാം മുസ്ലിം ഭരണം ഇവിടെ വന്നാൽ നമ്മൾ രക്ഷപ്പെട്ടു.
ആരെയും മുസ്ലിം ആക്കാൻ നിർബന്ധിക്കൂല. മുസ്ലിം ഭരണത്തിന് കീഴിൽ ജീവിക്കുക. എന്നിട്ട് സഹാബത്തിൻ്റെ ജീവിതവും നടപടിയും സ്വഭാവവും അവരുടെ സത്യസന്ധവും ന്യായവും നീതിയും കണ്ടിട്ട് സ്വമനസ്സാലെ വരുന്നവർക്ക് മുസ്ലിമാകാം. മുസ്ലിമായ അന്ന് മുതൽ പിന്നെ നികുതി കൊടുക്കണ്ട, സക്കാത്ത് കൊടുത്താൽ മതി. മുസ്ലിം ആകാത്തവരാണെങ്കിലോ അവർക്ക് ഓരോ കച്ചവടമോ കൃഷിയോ എന്തോ ആയിട്ട് ജീവിക്കാം, നിശ്ചിത നികുതി കൊടുത്താൽ മതി. പിന്നെ അതിൻ്റെ പുറത്തൊരു സർചാർജും വരൂല, അസംഖ്യ തന്നെ കൊടുത്താൽ മതിയാവും. എന്നാൽ അതിന് എല്ലാവിധ ആനുകൂല്യങ്ങളും ഉണ്ടാവും, സംരക്ഷണവും കിട്ടും. ഇവരെക്കാട്ടിൽ എന്തായാലും നല്ലത് മുസ്ലിങ്ങളല്ലേ. അതുകൊണ്ട് തന്നെ നാട്ടുകാരും സഹാബത്തിനെതിരെ തിരിഞ്ഞിട്ടില്ല. ഈ പട്ടാളക്കാർ യുദ്ധം ചെയ്യുന്നല്ലാതെ നാട്ടുകാർ അവർ വരട്ടെ എന്നുള്ള നിലക്ക് പൂർണ്ണ പിന്തുണയാണ്. അതുകൊണ്ട് തന്നെ നാട്ടുകാരുടെ ഇടയിൽ നിന്നിട്ട് പേർഷ്യയിൽ ഒരിക്കലും സഹാബത്തിന് ഒരു എതിർപ്പ് നേരിടേണ്ടി വന്നിട്ടില്ല. മുസ്ലിങ്ങൾക്ക് പൂർണ്ണമായി കീഴടങ്ങി പേർഷ്യ സാമ്രാജ്യം മുഴുവനും ഉസ്മാൻ റളിയല്ലാഹു തആലയുടെ കാലത്തോടു കൂടി സമ്പൂർണ്ണമായി ഇസ്ലാം ഭരണത്തിന് കീഴിൽ വന്നപ്പോഴും മഹാഭൂരിപക്ഷം 2/3 അന്നും മജൂസികളാണ്. കുറച്ച് യഹൂദികളുമുണ്ട്, കുറേ ഭാഗത്ത് നസ്രാനികളുമുണ്ട്. നസ്രാനിയായി ജീവിക്കുന്നു, യഹൂദിയായിട്ട് ജീവിക്കുന്നു, മജൂസിയായിട്ട് ജീവിക്കുന്നു. എല്ലാവരും പൂർണ്ണ സംതൃപ്തർ. കാരണം അത് സഹാബത്തിൻ്റെ ഭരണമാണ്. അവിടെ അന്യായമില്ല, അനീതിയില്ല, അക്രമമില്ല, സത്യസന്ധമായ നീതിപൂർവ ഭരണം. അത് മുസ്ലിമെന്നോ അമുസ്ലിമെന്നോ യാതൊരു വ്യത്യാസവും ഇല്ല. അതുകൊണ്ട് വളരെ പെട്ടെന്ന് നാട് മുസ്ലിങ്ങൾക്ക് കീഴ്പ്പെട്ടുകൊണ്ടിരിക്കും. പക്ഷേ ഭരണാധികാരികൾ, ഭരണത്തിൻ്റെ മധുരം അനുഭവിച്ച ആളുകൾ എപ്പോഴും പട്ടാളത്തെ ഇളക്കിവിട്ട് അവർക്ക് ആനുകൂല്യങ്ങൾ കൂട്ടിക്കൊടുത്ത് മുസ്ലിങ്ങൾക്കെതിരും ശാന്തമായി ജീവിക്കുന്ന നാട്ടിൽ അസ്വസ്ഥത ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും നിരന്തരം പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കും. ആദ്യം റുസ്തുമിൻ്റെ കൊലയോടുകൂടി ശക്തി ക്ഷയിച്ചു പോയിരുന്ന സൈന്യം പിന്നീട് റുസ്തുമും പോയപ്പം ഇനി എന്ത് എന്നായി. മുന്നോട്ട് നാട് നയിക്കാൻ ആരും ഇല്ല, സാമ്രാജ്യം തന്നെ തകരാൻ പോവുകയാണ്. അപ്പോഴാണ് ഈ രാജ്ഞി ഇങ്ങനൊരു സ്വകാര്യം പറഞ്ഞത്. അർദ്ധഷീർ ചക്രവർത്തിയുടെ പുത്രൻ യസ്ദജുർദ് ജീവിച്ചിരിപ്പുണ്ട്, അറിഞ്ഞാൽ കൊല്ലപ്പെടും എന്ന നിലക്ക് ഇന്ന പ്രദേശത്ത് ഞാൻ ഒളി താമസം ഒരുക്കി അവരവിടെയുണ്ട്, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അവർ വിളിച്ചാൽ വരും. അങ്ങനെ സാമ്രാജ്യത്തിലെ മുഴുവൻ പ്രവിശ്യാ ഭരണാധികാരികളും ഐക്യകണ്ഠേനെ യസ്ദജുർദിനെ തിരിച്ചു കൊണ്ടുവരാൻ യോഗം കൂടി തീരുമാനിക്കുകയും അതനുസരിച്ച് അദ്ദേഹം തിരിച്ചു വന്നു. അദ്ദേഹത്തിൻ്റെ നേതൃത്വം അയാളെ രാജാവായി പേർഷ്യക്കാർ അംഗീകരിച്ചു. അങ്ങനെ യസ്ദജുർദിൻ്റെ നേതൃത്വത്തിൽ പുതിയ ഒരു പേർഷ്യൻ സാമ്രാജ്യം പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചു പോകാൻ വേണ്ടി ഒറ്റക്കെട്ടായി ഒരു ജീവൻ മരണ പോരാട്ടത്തിന് തയ്യാറായി. അപ്പോൾ നേരത്തെ ഖാലിദ് റളിയല്ലാഹുവിനുമായി കരാർ ചെയ്ത് മുസ്ലിങ്ങൾക്ക് നികുതി കൊടുത്ത് താമസിക്കാൻ സമ്മതിച്ച എല്ലാ പ്രവിശ്യകളും കൂറുമാറി. അവരൊക്കെ വീണ്ടും പേർഷ്യൻ ചക്രവർത്തിയുടെ കീഴിൽ തന്നെ പേർഷ്യ സാമ്രാജ്യം പുനഃസ്ഥാപിക്കാൻ വേണ്ടി ശ്രമിച്ചു. ഇവിടെയാണ് ഖാദിസിയ സംഭവം എന്ന് പറയുന്നത്. തലസ്ഥാനം, അവരുടെ തലസ്ഥാനത്ത് ഖാദിസിയയിൽ യസ്ദജുർദിൻ്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത വിശ്വസ്തന്മാരായ 4 സൈനിക കമാൻഡർമാരുടെ നേതൃത്വത്തിൽ യുദ്ധസജ്ജരായി പേർഷ്യയുടെ എല്ലാ ശക്തിയും ഒന്നിച്ച് സംഭരിച്ച് അതൊരു അന്തിമ പോരാട്ടം എന്ന നിലക്ക് യുദ്ധത്തിനൊരുങ്ങുകയാണ്. അപ്പോഴേക്കും ഉമർ റളിയല്ലാഹു നിരന്തരം പോഷക സൈന്യം അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാലും പേർഷ്യൻ സൈന്യത്തിൻ്റെ 10% മുസ്ലിം സൈന്യമില്ല. ഇവിടെ ഖാദിസിയയിലേക്ക് കടക്കണമെങ്കിൽ, മുസ്ലിം സൈന്യത്തിന് പ്രവേശിക്കണമെങ്കിൽ നദി കടന്നിട്ട് വേണം. നദി വേലിയേറ്റത്തിൻ്റെ സമയത്ത് കര കവിഞ്ഞൊഴുകുന്ന നദിയിൽ അറബികളല്ലേ, അറബികൾക്കുണ്ടോ നദി കടന്ന ശീലം? ഇവരെന്തു ചെയ്തു? നദിക്കുണ്ടായിരുന്ന പാലം തകർത്ത് കളഞ്ഞു. ഖാദിസിയയിൽ നിൽക്കുന്ന സൈന്യം, യസ്ദജുർദിൻ്റെ സൈന്യം പാലം തകർത്ത് കളഞ്ഞു. ഒരു രക്ഷയില്ല. ഇക്കരെ മുസ്ലിം സൈന്യം സജ്ജരായിരിക്കുന്നു, അക്കരെ യസ്ദജുർദ് ചക്രവർത്തിയും സൈന്യങ്ങളും എന്തും നേരിടാൻ തയ്യാറായി നിൽക്കുന്നു. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ അവർക്ക് ഭീതിയുണ്ട്.
അതുകൊണ്ട് മറ്റ് സൈനിക കമാൻഡർമാരൊക്കെ വെല്ലുവിളിച്ചതുപോലെ ഒന്നിരിക്കൽ നിങ്ങൾ ഇങ്ങോട്ട് വരി അല്ലെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് വരാ വെല്ലുവിളിയൊന്നുമില്ല. മറിച്ച് പാലം തന്നെ തകർത്തിരിക്കുക. അക്കരെ കടക്കാൻ ഒരു മാർഗമില്ല. ബോട്ടില്ല, ചങ്ങാടമില്ല, തോണിയില്ല, പായക്കപ്പലില്ല, ഒന്നുമില്ല. അക്കരെ കടക്കാൻ ഒരു നിവൃത്തിയില്ല. ഇവർ മനസ്സിലാക്കിയ എന്താണ്? കുറേ അങ്ങനെ നിന്ന് അവസാനം നിരാശപ്പെട്ട് മുസ്ലിങ്ങൾ പിന്തിരിഞ്ഞു പോയിക്കോളും. പക്ഷേ മഹാനായ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു സൈന്യത്തെ അഭിമുഖീകരിച്ചുകൊണ്ട് ഒരു ഉജ്ജ്വല പ്രഭാഷണം നടത്തി. നാം ഭൗതികമായ ഒരു ലക്ഷ്യം വെച്ച് കൊണ്ടുവരുന്നവരല്ല. ഭൗതികമായ ഒരു നേട്ടവും നമുക്കില്ല. നമുക്കൊരാളുടെ നാടും വേണ്ട, ഒരു നാട്ടുകാരും വേണ്ട. നമ്മുടെ ലക്ഷ്യം ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫല്യുബല്ലിഗ് ഷാഹിദുൽ ഗൈബ്, എന്നിൽ നിന്നിട്ട് നേരിട്ട് ദീൻ പഠിച്ച് മനസ്സിലാക്കി അത് ഉൾക്കൊള്ളാൻ സൗഭാഗ്യം ലഭിച്ച നിങ്ങൾ, ലോകത്ത് ഇതിന് ഭാഗ്യം ലഭിക്കാത്ത ജനകോടികളുണ്ട്, അവർക്ക് ഈ ദഅവത്തിന്റെ സന്ദേശം എത്തിച്ചു കൊടുക്കണം എന്നൊരു ആഹ്വാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്ത അത് ശിരസാ വഹിച്ച് പുറപ്പെട്ടവരാണ് നമ്മൾ. അള്ളാഹുവിൻ്റെ ദഅവത്ത് അള്ളാഹുവിൻ്റെ അടിയാറുകളിൽ എത്തിച്ച് അള്ളാഹുവിൻ്റെ അടിമത്വത്തിലേക്ക്, മനുഷ്യൻ്റെ അടിമത്വത്തിൽ നിന്നിട്ട് മനുഷ്യരെ മോചിപ്പിക്കുക എന്ന ഈ ഉത്തരവാദിത്വം നിറവേറ്റാൻ നമ്മൾ ഇറങ്ങുമ്പോൾ നമ്മൾ അള്ളാഹുവിൻ്റെ അടിമകളാണ്. കരയും കടലും അള്ളാഹുവിൻ്റെ അടിമകളാണ്. നാം അള്ളാഹുവിന് വഴിപ്പെട്ടാൽ മൻ ഖാഫ അല്ലാഹ ഖാഫഹു കുല്ലു ശൈ, അള്ളാഹുവിനെ യഥാർത്ഥത്തിൽ ആര് ഭയപ്പെടുന്നു അവനെ ലോകത്തെ എല്ലാ ശക്തികളും ഭയപ്പെടും. നിങ്ങളൊന്നും പേടിക്കണ്ട, നിങ്ങൾ അള്ളാഹുവിൻ്റെ മേൽ തവക്കുലാക്കൂ. ജീവനും മരണവും അവൻ്റെ വക്കലാണ്, വിജയവും പരാജയവും അവൻ്റെ കൈക്കലാണ്. നിങ്ങളൊന്നുകൊണ്ടും പേടിക്കണ്ട. ഖുലൂ തവക്കൽനാ അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അള്ളാഹുവെ ഞങ്ങളെല്ലാം നിന്നിൽ തവക്കുലാക്കി. നല്ലത് ചെയ്യാനും തിന്മ വെടിയാനും ഒരു കഴിവും നീ തന്നെങ്കിലല്ലാതെ ഞങ്ങൾക്കില്ല. തവക്കുലാക്കി ഞാനിതാ ഇറങ്ങുന്നു. എൻ്റെ കൂടെ നിങ്ങൾക്ക് ഇറങ്ങാൻ വേണമെങ്കിൽ ബിസ്മിൻ ചൊല്ലി നിറഞ്ഞ് കരകവിയാനായി നിൽക്കുന്ന വേലിയേറ്റത്തിൽ തെരയടിച്ചു കൊണ്ടിരിക്കുന്ന നദിയിലേക്ക് സാദാ അറബി കുതിരയെ മഹാനായ സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു ബിസ്മിൻ ചൊല്ലി താഴിറക്കി. ഒരൊറ്റ സഹാബി മാറി നിന്നില്ല, മുഴുവൻ ആളുകളും അങ്ങനെ വെള്ളത്തിലേക്ക് കണ്ടിറങ്ങി. കുതിര നല്ല മണൽപ്പുറത്ത് നടക്കുന്നത് പോലെ ശാന്ത സമാധാനപൂർണ്ണം ശാന്തമായി നദിയിലൂടെ നടന്ന് ഇടക്ക് കുറെ എത്തുമ്പോൾ ക്ഷീണം വരുമ്പം അവിടെ നല്ല മണൽ തിട്ട, അള്ളാഹുവിൻ്റെ ഖുദ്റത്ത് നോക്കണം, അവിടെ നിന്ന് വിശ്രമിച്ച് വീണ്ടും തുടരും. ഈ വരവ് കണ്ടതോടുകൂടി പേർഷ്യൻ സൈന്യം ഒന്നിച്ചു പറഞ്ഞു, ദീവാന 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 ദീവാന. ഭ്രാന്തന്മാര് ഭ്രാന്തന്മാര് ഭ്രാന്തന്മാര്, എന്താണ് ഈ കാണിക്കുന്നത്? കുതിരപ്പുറത്ത് നദിയിൽ നടക്കുക, നദി നിറഞ്ഞിങ്ങനെ കരകവിഞ്ഞ് വേലിയേറ്റം നടക്കുന്ന സമയത്ത് കുതിര വെള്ളത്തിൻ്റെ മുകളിലൂടെ നടന്നു വരിക. കരകറ്റിയിട്ട് സഅദ് റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, വല്ലതും ആർക്കെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടോ ചോദിച്ചു. നോക്കി, ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. പോകുന്നതിനിടയിൽ ഒരാള് കുതിര അല്പം തന്നെയപ്പോൾ വെള്ളത്തിൽ വീണു. സഅദ് റളിയല്ലാഹു അൻഹു സ്വന്തം കൈ കൊണ്ട് പിടിച്ച് അദ്ദേഹത്തെ വെള്ളത്തിൽ നിന്നിട്ട് പൊക്കി കുതിരയെ നേർക്ക് നിർത്തി അതിനെ പുറത്തിരുത്തി. വെള്ളത്തിന് മുകളിലായി കളിയൊക്കെ. അങ്ങനെ കരയെത്തി, ഒന്നും പോയിട്ടില്ല. പക്ഷേ ഒരാള് മൂപ്പര് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു കപ്പുണ്ട്. ആ കപ്പ് ഇങ്ങനെ ഒരു കയറ് കെട്ടിയിട്ട് ഇങ്ങനെ തോളിലിട്ടിരുന്നു. ഇതറിയാതെ കയറ് പൊട്ടിയിട്ട് ഒലിച്ചുപോയി. മൂപ്പര് കരക്കെത്തിയവൻ പറഞ്ഞു, പടച്ചോനെ, എൻ്റെ ചങ്ങായിമാരൊക്കെ ഒന്നും നഷ്ടപ്പെടാതെയാണ് പോണത്, എനിക്കും ഒരു ദുരുദ്ദേശവും ഇല്ല, എൻ്റെ വെള്ളപ്പാത്രം പോയല്ലോ റബ്ബേ, ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ കരക്കാട് വന്നപ്പം ഓളത്തിൽപ്പെട്ട് ഇവർ ചെന്ന് കയറിയ കരയിൽ പാത്രം അവരെത്തുന്നതിന് മുമ്പെത്തി. ഒരു സാധനവും നഷ്ടപ്പെടാതെ നേരെ മറുകര. ഈ കര പറ്റിയതോടുകൂടി യസ്ദജർദ് സ്വന്തം തടിയും കൊണ്ടും പട്ടാളക്കാർ ജീവനും കൊണ്ടും അവിടെ നിന്ന് രക്ഷപ്പെട്ടു. എന്നിട്ടാണ് ഖാദിസിയയിൽ, തലസ്ഥാനത്തിൻ്റെ അപ്പുറത്ത് ഖാദിസിയയിൽ അവർ സംഘടിച്ചത്. പിന്നെ ഖാദിസിയ ഉപരോധിക്കുക ചെയ്തത്. അത് പിന്നെ വലിയൊരു എന്ന് പറഞ്ഞാൽ ഒരു ജീവൻ മരണ പോരാട്ടം, ഒരു മക്കം ഫത്ഹ് തന്നെയാണ്
ഖാദിസിയ വിജയം എന്നത് ബഹുമാനപ്പെട്ട സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ നേതൃത്വത്തിൽ നടന്നത്. ആ ഭാഗത്തിലേക്ക് നമുക്ക് പിന്നെ വരാം. അങ്ങനെ ആ ഭാഗം അങ്ങനെ മുന്നേറുമ്പോൾ ഇപ്പുറത്ത് നേരത്തെ നമ്മൾ പറഞ്ഞ യർമൂക്ക് യുദ്ധം കഴിഞ്ഞല്ലോ. യർമൂക്ക് യുദ്ധം കഴിഞ്ഞു എന്ന് പറയാൻ എളുപ്പമുണ്ട്. 4 ദിവസം കൊണ്ട് മഹാന്മാരായ സഹാബത്ത് യർമൂക്കിൽ നടത്തിയ അത്ഭുതകരമായ പടയോട്ടത്തെക്കുറിച്ച് അന്ന് വിശദീകരിച്ച് പറഞ്ഞാൽ പിന്നെ ആഴ്ചകൾ പറഞ്ഞാലും ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് 2 ഭാഗത്തായി നടത്തിയ പടയോട്ടത്തെ സംബന്ധിച്ച് പറഞ്ഞു തീർക്കാൻ കഴിയില്ല. അത് ചരിത്രം ആ ഭാഗത്തേക്ക് കടക്കാതെ ഞാൻ മെല്ലെ പിന്മാറുകയാണ്. അങ്ങനെ യർമൂക്ക് വിജയത്തോടു കൂടി റോമ സാമ്രാജ്യത്തിൽ മുസ്ലിങ്ങൾക്ക് ലഭിച്ച ഏറ്റവും ശക്തമായ വിജയമായി മാറി. അതിൻ്റെ മുമ്പ് നേരത്തെ പറഞ്ഞല്ലോ, വഴിമധ്യേ വരുന്ന വഴിയിൽ തന്നെ ബുസ്ര ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ നേതൃത്വത്തിൽ കീഴടക്കൽ കഴിഞ്ഞിട്ടുണ്ട്. ബുസ്രയും യർമൂക്കും മുസ്ലിങ്ങൾക്ക് കീഴ്പ്പെട്ട് അതോടുകൂടി ബഹുമാനപ്പെട്ട അബൂ ഉബൈദ റളിയല്ലാഹു തആല അൻഹു ഓരോ സൈനിക കമാൻഡർമാരെ പരിസര പ്രദേശത്തിലുള്ള പട്ടണങ്ങളിലേക്കൊക്കെ അയച്ചു. അവരൊക്കെയും ചുരുക്കം ചില പട്ടണങ്ങളിൽ മാത്രം ചെറിയ എതിർപ്പുകൾ നേരിട്ടെങ്കിലും ബാക്കിയുള്ളവരൊക്കെ മുസ്ലിങ്ങളുമായി കരാർ ചെയ്ത് സന്ധി ചെയ്യുകയും യുദ്ധമില്ലാതെ തന്നെ മുന്നേറുകയും ചെയ്തു. ഹെംസിൽ തമ്പടിച്ചുകൊണ്ടായിരുന്നു റോമാ ചക്രവർത്തിയാവുന്ന മഹാരാജാവ് സൈന്യത്തെ നിയന്ത്രിച്ചിരുന്നത്. പക്ഷേ യർമൂക്കും പരിസര പ്രദേശങ്ങളും മുസ്ലിങ്ങൾ നിഷ്പ്രയാസം കീഴടക്കി അവരുടെ മുന്നേറ്റം തുടരുമ്പോൾ തലസ്ഥാനമായി ഹെംസിൽ നിന്നാൽ സംഗതി അപകടമാകും എന്ന് മണത്തറിഞ്ഞ റോമാ ചക്രവർത്തി നേരെ അംബാറിലേക്ക് പിന്മാറി. അൻബാർ പെട്ടെന്ന് അറബികൾക്ക് എത്തിപ്പെടാവുന്നതിൻ്റെ വളരെ വിദൂരത്തായതുകൊണ്ട് അംബാറിൽ വെച്ചുകൊണ്ടാണ് പിന്നീട് റോമാ ചക്രവർത്തി യുദ്ധനീക്കങ്ങളൊക്കെ നടത്തിയത്. ഒന്നല്ല, അന്ന് ധാരാളം പട്ടണങ്ങളും ലക്ഷക്കണക്കിന് സൈന്യങ്ങളുമുണ്ട്. ഈ സിറിയയുടെ ഭാഗത്ത്, സിറിയ എന്നല്ല, ഇന്നത്തെ സിറിയ അല്ല, അന്നത്തെ സിറിയ, ഇന്നത്തെ ജോർദാനും അതുപോലെ ഹെംസും അതുപോലെ പലസ്തീനും ഉൾക്കൊള്ളുന്ന വിശാലമായ ഷാമാണ്. ഈ ഷാമിന് എവിടെയും നിന്നുകൊണ്ട് രാജാവിന് നേതൃത്വം കൊടുക്കാൻ പറ്റാതെയാണ് അംബാറിലേക്ക് അദ്ദേഹം പിന്മാറിയത്. പോകുന്ന വഴിയിൽ ആദ്യം ഹലബിലേക്ക് പോകണോ അതല്ല ഡമസ്കസ് കീഴടക്കണോ? അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിന് മുന്നിൽ ഒരു ചോദ്യം, എന്ത് ചെയ്യണം? പക്ഷേ എന്തൊരു തീരുമാനവും പ്രധാനപ്പെട്ടത് എടുക്കുന്നതിന് മുമ്പ് ഖലീഫമാരെ അറിയിക്കൽ നേരത്തെയുള്ള സമ്പ്രദായമാണ്. അങ്ങനെ ഇവിടുത്തെ ഭൂമിശാസ്ത്രപരമായ അവസ്ഥയും ഇവിടുത്തെ ജനങ്ങളുടെ മനോഭാവവും ഇതുവരെ ഉണ്ടായ മുന്നേറ്റത്തിൻ്റെ സ്ഥിതിവിവരണവും കൊടുത്തുകൊണ്ട് ഈ 2 പട്ടണങ്ങളുടെയും ഭൂമിശാസ്ത്രപരമായും യുദ്ധതന്ത്രപരമായുമുള്ള എല്ലാം കൃത്യമായി വിവരിച്ചുകൊണ്ട് ഉമർ ഫാറൂഖിന് കത്തയച്ചു. ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി, ആദ്യമായി നിങ്ങൾ ഡമസ്കസ് കീഴടക്കിയാൽ, ഡമസ്കസ് കീഴടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഷാം നിങ്ങളുടെ കീഴിലാണ്. ഷാമിൽ പിന്നെ ഒരു പട്ടണത്തിനും ഡമസ്കസിനെ മറികടന്നു പോകാൻ കഴിയില്ല. അതുകൊണ്ട് ആദ്യം നിങ്ങളുടെ ലക്ഷ്യം ഡമസ്കസ് ആവട്ടെ, ദമഷ്ക്. അങ്ങനെ ദമഷ്ക് ലക്ഷ്യം വെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു തആല അൻഹു, അബൂ ഉബൈദ റളിയല്ലാഹു തആല അൻഹു തുടങ്ങിയ 6 സൈനിക കമാൻഡർമാരുടെ നേതൃത്വത്തിൽ ഡമസ്കസിനെ സമീപിച്ചു. ഡമസ്കസ് പട്ടണം അന്നത്തെ സിറിയയുടെ ഏറ്റവും പ്രധാനപ്പെട്ട തലസ്ഥാനവും മർമ്മപ്രധാനമായ പട്ടണവുമാണ്. അതുകൊണ്ട് തന്നെ പട്ടണത്തിൻ്റെ ചുറ്റുഭാഗവും വൻമതിൽ തീർത്തിരിക്കുന്നു. വൻമതിൽ തീർത്തതിൻ്റെ ഉള്ളിൽ വലിയ കിടങ്ങ് തീർത്ത് അത് ജലാശയമാക്കി വെച്ചിരിക്കുക. മറ്റൊരു ഹന്തക്കല്ല. പേർഷ്യക്കാരുടെ ഹന്തക്ക് ചാടിക്കിടക്കാൻ പറ്റാത്ത ഹന്തക്കായിരിക്കും. ഇവരുടെ ഹന്തക്ക് അതിലും വലിയ ഹന്തക്കാണെന്ന് മാത്രമല്ല, വെള്ളം നിറച്ചിരിക്കും. വെള്ളം നിറച്ചിരിക്കും. അതായത് ഒരു തരത്തിലുള്ള നദി, കൃത്രിമമായി നദി സൃഷ്ടിച്ച് അതിൽ നിറയെ വെള്ളമായിരിക്കും. എന്നിട്ട് 6 കവാടമാണെന്ന് ഇതിന് പ്രവേശിക്കാണ്ടന്. ഈ 6 കവാടത്തിനും ഓട്ടോമാറ്റിക് പാലാ. ഇന്ന് നമുക്ക് ചിന്തിക്കുന്ന 1400 കൊല്ലം മുമ്പ് അന്ന് അവർ പുരോഗതി പ്രാപിച്ചത് പട്ടണം സംരക്ഷിക്കാൻ വേണ്ടി
നദി പോലെ കിടങ്ങുണ്ടാക്കി അതിൽ വെള്ളം നിറച്ചിട്ട് അവരുടെ പോക്ക് വരവൊക്കെ പാലത്തിലൂടെ. പാലം എങ്ങനെ സ്ഥിരം പാലല്ല, പാലം അപ്പുറത്ത് വലിയ ഒരു ഗോപുരം പോലെ ഉയർന്നു നിൽക്കും. ആവശ്യമാവുമ്പോൾ അവർ കപ്പി കറക്കിയാൽ, സ്വിച്ചിടുന്ന പരിപാടിയല്ല, കപ്പി കറക്കിയാൽ അതിങ്ങനെ താഴ്ന്ന് 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 വന്ന് ഇപ്പുറത്തേക്ക് കിടക്കും. അപ്പോൾ നല്ല സുഖമായ കുതിരകൾക്കും ഒട്ടകങ്ങൾക്കും ആളുകൾക്കും ഒക്കെ പോകാൻ പറ്റുന്ന വിശാലമായ പാലം. ആവശ്യം കഴിഞ്ഞാൽ ഇത് കറക്കിയാൽ പൊന്തിപ്പോയിട്ട് അക്കരെ പോയിട്ട് വലിയൊരു തൂണായിട്ട് ഇങ്ങനെ നിൽക്കും. 6 ഭാഗത്തും അങ്ങനെ. അതിലേക്ക് ഒരു മനുഷ്യൻ ആ നദിയിൽ ചാടി അക്കരെത്താൻ കഴിയില്ല. കാരണം അടി നിറയെ ചളിയാണ്, ആഴമേറിയ വെള്ളമാണ്. തന്നെയുമല്ല മുതല പോലെയുള്ള മനുഷ്യനെ അപകടപ്പെടുത്തുന്ന ജീവികളെ നിറയെയുണ്ട്. ജീവനുള്ള ഒരാളും അതിലേക്ക് ഇറങ്ങി അക്കരെ പറ്റാൻ ആർക്കും പ്രതീക്ഷയില്ല. അങ്ങനെയാണ്. 7 മാസമാണ് ഉപരോധിച്ചത്, 1, 2, 3 അല്ല, 7 മാസക്കാലം. അതോടുകൂടി ഷാമിലെ തണുപ്പിൻ്റെ കാലത്ത് മരം കോച്ചുന്ന കൊടുന്തണുപ്പിൽ മഹാന്മാരായ സഹാബത്തുൽ കിറാം സഹിച്ച സഹനത്തിന് പരിധിയില്ല. അറബി രാജ്യത്ത് ജീവിച്ചവര് ഷാമിലെ കൊടുന്തണുപ്പിൽ തണുപ്പകറ്റാനുള്ള സൗകര്യം പോലുമില്ല, പരിമിതമായ വസ്ത്രവും ആയുധവുമല്ലാതെ ഒന്നുമില്ല. ഒന്നും നടക്കില്ല. പല നിലക്കുള്ള രഹസ്യാന്വേഷണങ്ങളും അങ്ങും ഇങ്ങും നടക്കുന്നുണ്ട്. പക്ഷേ അവർ കീഴടങ്ങാൻ തയ്യാറല്ല. മുസ്ലിങ്ങൾക്ക് മുന്നേറാൻ ഒരു നിവൃത്തിയുമില്ല. അങ്ങനെ വടക്ക് കിഴക്ക് പ്രദേശത്തുള്ള കവാടത്തിൽ ബഹുമാനപ്പെട്ട ഖാലിദ് റളിയല്ലാഹു തആല ഉണ്ട്. 6 കവാടങ്ങളാണ്. 6 കവാടത്തിലും 6 കമാൻഡർമാരുടെ നേതൃത്വത്തിൽ ചീഫ് കമാൻഡർ ബഹുമാനപ്പെട്ട അബൂ ഉബൈദ റളിയല്ലാഹു തആല ആണ്. മൂപ്പര് പടിഞ്ഞാറ് ഭാഗത്തുള്ളത്. ഖാലിദ് റളിയല്ലാഹു തആല കൽപ്പിച്ചു, ഈ നൃത്തം എന്നും ഇങ്ങനെ നിൽക്കാൻ പറ്റില്ല, ഇതിനൊരു തീരുമാനം എടുത്തേ പറ്റുള്ളൂ. അങ്ങനെ തൻ്റെ സൈന്യത്തിലുള്ള മുന്നണി പോരാളികൾ, എന്തിനും തയ്യാറുള്ള മഹാവീരന്മാരായ കുറേ ആളുകളെ തിരഞ്ഞെടുത്തിട്ട് ഈ വൻമതിൽ കയറാൻ പറ്റുന്ന ഒരു തരം കയറുകോണികൾ ഉണ്ടാക്കി. കയറുകോണികൾ. ഈ കയറുകോണികൾ ഉണ്ടാക്കിയിട്ട് ആ കയറുകോണി ഈ മതിലിൻ്റെ മുകളിൽ എറിഞ്ഞു പിടിപ്പിച്ചിട്ട് ഇതിന്മേ തൂങ്ങി കയറണം. അങ്ങനെ 4 നേതാക്കന്മാർ ഞങ്ങൾ കയറും. ആദ്യം മുകളിലെത്തി ഞങ്ങൾ ഉച്ചത്തിൽ തക്ബീർ ചൊല്ലും. ആ തക്ബീർ ചൊല്ലുമ്പോൾ നിങ്ങൾ സജ്ജരായിരിക്കണം. ഇതിന് നല്ലൊരു തക്കവും കിട്ടി. ഡമസ്കസിലെ മുഖ്യ പുരോഹിതന് ഒരു കുട്ടി ജനിച്ചു. അപ്പോൾ പുരോഹിതന്മാർക്ക് കുട്ടി എനിക്ക് ഒന്നിച്ചു. കെട്ടാത്ത പുരോഹിതന്മാരുണ്ട്, പക്ഷേ ക്രിസ്ത്യാനികൾ പല ജാതിയുണ്ട്, ഭാര്യയും മക്കളും ഒക്കെ ഉള്ള ക്രിസ്ത്യാനികളുണ്ട്. അങ്ങനെ അവിടുത്തെ വലിയ ബിത്രീഖിന് ഒരു കുട്ടി ജനിച്ചപ്പോൾ ഈ കുട്ടിയുടെ ജന്മത്തിൻ്റെ ആഘോഷം എന്നുള്ളവർക്ക് വലിയൊരു ആഘോഷം, സൈന്യങ്ങളെയും നാട്ടുകാരെയും വിളിച്ചുകൊണ്ട് ഈ ബിത്രീഖ് അതിലെ മുഖ്യ വിഭവം മദ്യമായിരുന്നു. നന്നായി മദ്യപിച്ച് ലക്ക് കെട്ടിരിക്കുകയാണ് എന്നുള്ള വിവരം ഇൻ്റലിജൻസ് മുഖേന ഖാലിദ് റളിയല്ലാഹു തആല അൻഹുവിന് കിട്ടി. നേരത്തെ തന്നെ ചട്ടം കെട്ടി നിൽക്കുക. ഈ സമയത്ത് ഖാലിദ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ നേതൃത്വത്തിൽ 10-ലധികം നേതാക്കന്മാർ ഈ കോണിമ കയറിയിട്ട് മതിലിൽ കയറി അവർ ഉച്ചത്തിൽ തക്ബീർ ചൊല്ലി. തക്ബീർ കേട്ട് എല്ലാവരും കൂട്ടത്തിൽ തക്ബീർ ചൊല്ലി. പക്ഷേ അവർ ബോധമില്ലാതെ കിടക്കുക, അവിടുത്തെ തക്ബീർ ഒന്നും അറിയുന്നില്ല. നേരെ മതിലിൽ നിന്നിട്ട് താഴെ ചാടി അവിടുക്കുള്ളത് ഈ അപകടകാരിയായിരിക്കുന്ന വെള്ളത്തിലേക്കാണ്. പക്ഷെ അള്ളാഹുവിൽ തവക്കുലാക്കി ഈ 10 ആളുകളും നീന്തിക്കടന്നു. ഒരു തിമിങ്ങല, ഒരു മുതലയോ ചീങ്കണ്ണിയോ ഒന്നും ഉപദ്രവിച്ചില്ല. അവര് നേരെ അക്കരെ ചെന്നു. പാലത്തിൻ്റെ തിരിച്ചു കയറ്റണാണല്ലോ, പാലത്തിൻ്റെ കയറ് വെട്ടിയർത്തപ്പം പാലം താഴെ വീണപ്പം വെച്ചു. ഓടി വന്നിട്ട് ഗേറ്റ് പാറാവുകാരുണ്ട്. അവരും 4-5 ആളുകളെ ഉള്ളൂ. കാരണം ഒന്നും സംഭവിക്കാതൊക്കെയല്ലേ. അവരെ ഇവർ നിഷ്പ്രയാസം കൊലപ്പെടുത്തി ഗേറ്റട് തുറന്നു. ഗേറ്റട് തുറന്നതോടുകൂടി ഖാലിദ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ നേതൃത്വത്തിലുള്ള സൈന്യം മലവെള്ളപ്പാച്ചിൽ പോലെ കിട്ടിയ സാഹചര്യത്തിൽ അങ്ങോട്ട് മുന്നേറി. മുന്നിൽ കണ്ടവരെ മുഴുവനും തകർത്ത് തരിപ്പണമാക്കി. ആർക്കും ഒരു പതിയില്ല, ആകെ വെള്ളത്തിലാണ്. എന്താ നടക്കുന്നതെന്ന് വരെ ചിന്തിക്കാൻ അവർക്ക് നിവൃത്തിയില്ല. പക്ഷേ കുറെ കഴിഞ്ഞ് സമയമായപ്പോഴേക്ക്
ഇവർക്ക് കാര്യത്തിൻ്റെ നിജസ്ഥിതി പിടികിട്ടി. മുസ്ലിം സൈന്യം കോട്ടക്കകത്ത് ഇവിടെ പട്ടണത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞു. അവർ ഗേറ്റ് തുറന്നു കഴിഞ്ഞു. ഇനി നമുക്ക് രക്ഷയില്ല. അവർക്ക് മനസ്സിലായി വടക്ക് ഭാഗത്തു നിന്നാണ് മുന്നേറി വരുന്നത്. പെട്ടെന്ന് മറ്റു ഭാഗത്തുള്ള കവാടങ്ങൾ തുറന്നിട്ട് അവർ പറഞ്ഞു, ഞങ്ങൾ കീഴടങ്ങിയിരിക്കുന്നു, ഞങ്ങൾ കീഴടങ്ങിയിരിക്കുന്നു. നിങ്ങളുടെ ഭരണം അംഗീകരിച്ച് നിങ്ങൾ പറയുന്ന നിധി കൊടുത്ത് ജീവിക്കാൻ ഞങ്ങൾ സന്നദ്ധരാണ്. അപ്പോൾ ബാക്കി 5 കമാൻഡർമാരും അവരുടെ ഗേറ്റിലൂടെ കടന്നു വന്നു. ഇതൊന്നും ആരറിയുന്നില്ല, ഖാലിദ് റളിയല്ലാഹു അൻഹു സൈന്യം അറിയുന്നില്ല. ഓല് മുന്നിൽ കണ്ട എല്ലാ തടസ്സങ്ങളും തട്ടി നീക്കി നേരെ പട്ടണത്തിൻ്റെ മധ്യത്തിൽ അക്കാലത്തെ ഏറ്റവും വലിയ ക്രിസ്ത്യാനി പള്ളിയുടെ പകുതി ഭാഗത്തെത്തിയിട്ടുണ്ട്. അപ്പോൾ ബഹുമാനപ്പെട്ട അബൂ ഉബൈദത്തിൻ്റെ ഓർഡർ ഖാലിദിനോട്, യുദ്ധം നിർത്തിക്കൊള്ളണം, ഇവർ കീഴടങ്ങിയിരിക്കുന്നു, സന്ധി നടന്നിരിക്കുന്നു, അതുകൊണ്ട് യുദ്ധം നിർത്തിക്കൊള്ളണം. ഖാലിദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒരു സന്ധി നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല, ഞങ്ങൾ ബലത്താൽ അവരുടെ കോട്ട തുറന്ന് ഞങ്ങൾ ഉള്ളിൽ കയറിയതാണ്, അവിടെ ഞങ്ങൾ യുദ്ധം. പക്ഷേ മഹാനായ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇതുവരെ വന്നത് സത്യം, ഇനി പാടില്ല, കാരണം നമ്മൾ അവരുമായിട്ട് കരാറായിപ്പോയി, ഇനിയൊന്നും ചെയ്യാൻ പാടില്ല. അവിടെ നിർത്തി. പിന്നെ ഇസ്ലാമിനൊരു നിയമമുണ്ട്, യുദ്ധം ചെയ്ത് കീഴടക്കിയതിൻ്റെ അധികാരം പൂർണ്ണമായിട്ട് മുസ്ലിങ്ങൾക്ക് ഇക്കാരം. അതേ സമയത്ത് സന്ധി ചെയ്താലോ അവരുടെ ഉടമയും സ്വത്തും സാധനമൊക്കെ അവർക്കുണ്ടാവും. അവസാനം കമാൻഡർമാരെല്ലാവരും കൂടി അവരുടെ നേതാക്കന്മാരുമായി ചർച്ച ചെയ്തപ്പോൾ വിഷയം എന്തായി? അവരുടെ ഏറ്റവും വലിയ ചർച്ച്, മേരി ചർച്ച് എന്നാണ് പറയാം, ഈ മറിയം ബീവിയുടെ പേരിലുള്ള മേരി ചർച്ചിൻ്റെ അന്നത്തെ ഡമസ്കസിലെ ഏറ്റവും വലിയ ചർച്ചാണ്. അതിൻ്റെ പകുതി ഭാഗം ഖാലിദ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഭാഗത്താണ്, ബാക്കി പകുതി ഭാഗം അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാഗത്താണ്. അങ്ങനെ കരാറായി. മുസ്ലിങ്ങൾ യുദ്ധം ചെയ്ത് കീഴടക്കിയ മുസ്ലിങ്ങൾക്ക്. അതേസമയത്ത് സന്ധി ചെയ്തത് പഴയതുപോലെയുള്ള ഉടമയിൽ ആ പള്ളിയുടെ നടു, നമ്മളവിടെ ഇടക്കുണ്ടായില്ലേ ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് മദ്രസൻ്റെയൊക്കെ നടുവിൽ ചുമരച്ചേക്ക് ഈ മേരി ചർച്ചിൻ്റെ മധ്യത്തിലൂടെ ചുമര് വെച്ചിട്ട് ഖാലിദ് റളിയല്ലാഹു തആല അൻഹു കീഴടക്കിയ ഈ ഭാഗം മുസ്ലിം പള്ളിയാക്കി, മറ്റേ ഭാഗം ക്രിസ്തീയ പള്ളിയാക്കി. അങ്ങനെ അത് കൊല്ലങ്ങളോളം നീണ്ടു നിന്നു, ഒരു പ്രശ്നമില്ല. പക്ഷേ പിൽക്കാലത്ത് ഉമവി ഖലീഫമാരുടെ കാലത്ത് അബ്ദുൽ മലിക് ബിൻ മർവാന്റെ കാലമായപ്പോൾ പ്രശ്നങ്ങളായി, പ്രകോപനം ഉണ്ടാക്കി. അവർ മുസ്ലിങ്ങളുടെ ഭാഗത്ത് നിന്നൊന്നും പ്രകോപനമൊന്നും ഉണ്ടായിട്ടില്ല. അവർ പ്രകോപനം ഉണ്ടാക്കുക. അങ്ങനെ മുസ്ലിങ്ങൾ നിസ്കരിക്കാൻ നിന്നാൽ ഇവർ ചെണ്ട കൊട്ടലും കൊയല് വിളിക്കലും പാട്ടുപാടലുമായി. മുസ്ലിങ്ങൾക്ക് സ്വൈരം കിട്ടും. കാരണം നിസ്കരിക്കാൻ തുടങ്ങുന്ന ഇവിടെ വാങ്ങിക്കൊടുത്താൽ വരെ ചെണ്ട കൊട്ടും കൊയല് വിളിയും പാട്ടും കൂട്ടമായിട്ട് ഒരു പള്ളിയിൽ തന്നെയാണ് ഇത്. അപ്പുറം ഇപ്പുറം ഒരു ചുമരുണ്ട് എന്നുള്ളൂ. നിസ്കരിക്കാൻ പറ്റാതെ അസ്വസ്ഥത വന്നു. അങ്ങനെ ഖലീഫ അബ്ദുൽ മലിക് ബിൻ മർവാൻ അവരുടെ പ്രധാന പുരോഹിതന്മാരെയും നേതാക്കന്മാരെയും വിളിച്ചു വരുത്തി പറഞ്ഞു, ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ കാലത്ത് മഹാനായ അബൂ ഉബൈദ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ തീരുമാനപ്രകാരം നമ്മൾ മസ്ലഹത്തായതാണ്. പകുതി മുസ്ലിങ്ങൾക്കും പകുതി നിങ്ങൾക്കും. ഇക്കാലം വരെ കുഴപ്പമില്ലാതെ 2 കൂട്ടരും അവരവരുടെ ആരാധന നടത്തി പോന്നു. ഇപ്പോൾ നിങ്ങളുടെ ഈ നീക്കം പ്രകോപനപരമാണ്. അത് അംഗീകരിച്ചു തരാൻ മുസ്ലിം രാഷ്ട്രത്തിന് പറ്റില്ല. അതുകൊണ്ട് നിങ്ങളെ ഞങ്ങൾ കയ്യേറാനൊന്നുമില്ല, നിങ്ങളെ ഞങ്ങൾ ഉപദ്രവിക്കാനില്ല. പക്ഷേ ഇതിനി നടക്കൂല. അതുകൊണ്ട് നിങ്ങൾക്ക് വില വേണ്ടത് എത്രയോ അത് പറഞ്ഞോളി. ഇന്ന് മുതൽ നിങ്ങളുടെ ആരാധന അവിടെ നടക്കൂല. കാരണം ഇത് നമ്മൾ തീരുമാനിച്ച അബൂ ഉബൈദത്തിൻ്റെ, ഉമറുൽ ഫാറൂഖിൻ്റെ ഭരണത്തിലുള്ള അബൂ ഉബൈദത്തിൻ്റെ തീരുമാനം നിങ്ങൾ ലംഘിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഇനി 2 കൂട്ടർക്ക് കൂടി ആരാധന നടത്താൻ പറ്റൂല. നിങ്ങൾ അതിനുള്ള വില എത്ര വേണമോ, സംഖ്യ എത്ര പറഞ്ഞാലും ഞാൻ തരും. നിങ്ങൾക്ക് പള്ളി നിർമ്മിക്കാൻ ഗവൺമെൻറ് സ്ഥലവും തരും. എന്നാൽ നിങ്ങൾക്ക് നിങ്ങളെ ദീനായി, നിങ്ങളുടെ ആരാധനയായി, മുസ്ലിങ്ങൾക്ക് മുസ്ലിങ്ങളുടെ പള്ളിയായി ആരാധനയായി. അങ്ങനെ ഗത്യന്തരമില്ലാതെ അവർ സമ്മതിച്ചു. അവർ ചോദിക്കുന്ന വില കൊടുത്തു. വില കൊടുക്കുക മാത്രമല്ല, മുസ്ലിം പള്ളിയുടെ വിളിപ്പാടകരെ തന്നെ പള്ളിയാണ് വേറിച്ചിടുന്നുള്ളൂ. അപ്പുറത്ത് അവർക്ക് ഈ കനീസ എടുക്കാൻ വേണ്ടി അബ്ദുൽ മലിക് ബിൻ മർവാൻ സ്ഥലം കൊടുത്തു. ആ സ്ഥലത്ത് അവർ പള്ളി എടുത്തു. പിന്നെ കുറേ കാലങ്ങൾക്ക് ശേഷം അത് കൊണ്ടു നടക്കാനും ആരാധന നടത്താനും ആളില്ലാതെ അത് ഇടിഞ്ഞു പൊളിഞ്ഞ് തകർന്ന് മണ്ണടിഞ്ഞു പോയതാണ്.
പിന്നീട് ആ പള്ളി ഒന്നിച്ച് മസ്ജിദ് ആയി ഉപയോഗപ്പെടുത്തുകയും ഈ മസ്ജിദ് മസ്ജിദ് ബനി ഉമയ്യ എന്ന പേരിൽ അറിയപ്പെടുന്ന പള്ളി. അത് ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ഫതഹായതാണെങ്കിലും പേര് വരാൻ കാരണം അബ്ദുൽ മലിക് ഇബ്നു മർവാൻ പൂർണ്ണമായും വിലക്കെടുത്ത് മൊത്തം മുസ്ലിം പള്ളിയായി വഖഫ് ചെയ്തത് കൊണ്ടിട്ട് അവരെ കുടുംബത്തിലേക്ക് ചേർത്തി മസ്ജിദ് ബനി ഉമയ്യ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഈ പള്ളിയിലാണ് ഇനി സുബ്ഹ് നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ബഹുമാനപ്പെട്ട ഇമാം മഹ്ദി റളിയല്ലാഹു തആല അൻഹു ഇമാമായി നിസ്കരിക്കാൻ വേണ്ടി ഇഖാമത്ത് കൊടുത്തു. മെഹ്റാബിലേക്ക് കയറുന്ന സമയത്ത് ഈ പള്ളിയുടെ സമീപത്തുള്ള പള്ളിയുടെ മുനാരം, വെള്ളമുനാരത്തിലൂടെ ബഹുമാനപ്പെട്ട റൂഹുല്ലാഹി ഈസാ അലൈഹിസ്സലാം ഇറങ്ങി വരുമെന്നും മഹാനവറുകൾ പള്ളിയിലേക്ക് കയറുമ്പം ഇമാമ് നിൽക്കാൻ വേണ്ടി മെഹ്റാബിലേക്ക് പ്രവേശിക്കുന്ന ബഹുമാനപ്പെട്ട ഇമാം മഹ്ദി പിന്നോട്ട് മാറിക്കൊടുത്തുകൊണ്ട് നിങ്ങൾ ഇമാമ് നിൽക്കണമെന്ന് പറയുമ്പോൾ ഇല്ല, നിങ്ങൾക്ക് വേണ്ടി ഇഖാമത്ത് കൊടുക്കപ്പെട്ടതായതുകൊണ്ട് നിങ്ങൾ തന്നെ നിസ്കരിക്കണം എന്ന് പറഞ്ഞ് മഹാനായ ഇമാം മഹ്ദി ഇമാമായി നിസ്കരിക്കുകയും റൂഹുല്ലാഹി ഈസാ അലൈഹിസ്സലാം മഅ്മൂമായി നിസ്കരിക്കുകയും ചെയ്യുന്ന ആ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ദജ്ജാലിനെ കൊല്ലാൻ വേണ്ടിയിട്ട് ബാബുലുദ്ദിലേക്ക് പുറപ്പെടുന്ന ഈസാ നബി അലൈഹി സ്വലാം ഇറങ്ങി വരുന്ന പള്ളിയാണ് ഈ പള്ളി. ഇപ്പോഴും ഉണ്ട്, അന്നൊന്നും വരാനില്ല. അതാണ് രസം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഡമസ്കസിലെ മസ്ജിദുൽ ജാമിന്റെ വെള്ളമുനാരത്തിങ്ങലാണ് ഈസാ അലൈഹി സ്വലാം ഇറങ്ങാൻ. അന്ന് അവിടെ ഒരു മസ്ജിദ് തന്നെ ഇല്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തും സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്തും അവിടെ മസ്ജിദ് തന്നെ ഇല്ല. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ഈ യുദ്ധത്തിൽ പകുതി ഭാഗം പിടിച്ചെടുത്തപ്പം ആ ഭാഗം പള്ളിയായി ഉപയോഗിച്ചു എന്നല്ലാതെ അന്ന് മിനാരമില്ല. പിന്നീട് അബ്ദുൽ മലിക്കിന്റെ ഭരണകാലത്താണ് അത് പൂർണ്ണമായി പള്ളിയാക്കിയതും. ഡമസ്കസിലെ ഏറ്റവും വലിയ പള്ളിയാണത്. ജാമിയ ബനു ഉമയ്യ എന്ന പേരിൽ അറിയപ്പെടുന്ന ആ പള്ളി ഇന്ന് ആ പള്ളിക്ക് വെള്ളമുനാരമാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രവചനം അങ്ങനെയാണ്. മദീനത്തിനെ പറ്റിയും പറഞ്ഞാണ്. മദീനത്തിന് തങ്ങളുടെ കാലത്ത് പള്ളിക്ക് മുനാരുണ്ടോ? പള്ളിക്ക് മുനാരില്ലല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദജ്ജാലിന്റെ വരവിനെ കുറിച്ച് പറയുന്നിടത്ത് കാണാം, മക്കയിലും മദീനയിലും പ്രവേശിക്കാൻ ദജ്ജാലിന് സാധിക്കില്ല. മദീനയുടെ ചുറ്റുഭാഗത്തും അവൻ സഞ്ചരിക്കും, ഉള്ളിൽ കയറൂല. പക്ഷേ ഉഹദ് പർവ്വതത്തിന്റെ പിന്നിൽ വന്ന് നിന്നുകൊണ്ട് അനുയായികൾക്ക് കാണിച്ചു കൊടുക്കും. നിങ്ങൾ കാണുന്നില്ലേ ആ വെള്ളമിനാരം? ആ വെള്ളമിനാരമാണ് മുഹമ്മദിന്റെ കോട്ട, മസ്ജിദ് മുഹമ്മദ്, ഖസ്ർ മുഹമ്മദ്. മുഹമ്മദ് എന്ന് പറയുന്ന പ്രവാചകന്റെ കൊട്ടാരവും പള്ളിയുമാണ് അക്കാണുന്നത് എന്ന് പറഞ്ഞ് ഉഹദിന്റെ അപ്പുറത്തുനിന്ന് ചൂണ്ടിക്കാണിച്ചു കൊടുക്കും വെള്ളമുനാരം. ഇന്നത്തെ മുനാരം കാണാൻ കേണി. അന്ന് മുനാരണ്ട, മുനാരത്തിന് വെളുപ്പോ ചുവപ്പോന്നുണ്ടോ? വെള്ളമുനാരമാണെന്നും ഉഹദ് മലയുടെ പിന്നിൽ നിന്ന് നോക്കിയാൽ പോലും മസ്ജിദ് നബവിയുടെ മുനാരം കാണാൻ കഴിയുമെന്ന് അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതുപോലെ ഇന്ന് ക്രിസ്ത്യാനി ചർച്ചയായിട്ടുണ്ടായിരുന്ന ആ പള്ളിയെക്കുറിച്ച് മുസ്ലിങ്ങളുടെ ജാമിയായിരിക്കുമെന്നും അതിൻ്റെ വെള്ളമുനാരത്തിങ്കിലാണ് മഹാനായ റൂഹുല്ലാഹി ഈസാ അലൈഹിസ്സലാം വരും എന്ന് പറഞ്ഞ് ഈ ഫതഹോട് കൂടി, ഡമസ്കസ് ഫതഹോട് കൂടി യഥാർത്ഥത്തിൽ റോമാ ചക്രവർത്തിയുടെ അധികാരപരിധിയിലെ ഏറ്റവും സജീവമായ ഭാഗമായിരുന്ന സിറിയ അത് കീഴ്പ്പെട്ടു എന്ന് പറയാം. എന്നാൽ ഒരുപാട് പ്രവിശ്യകളുണ്ട്. ആ പ്രവിശ്യകളിലേക്കൊക്കെ നിരന്തരം സഹാബത്ത് ആളുകൾ അയച്ചു. അതിലേക്കൊന്നും ഞാൻ വിശദീയമായി കടന്നു വരൂല. അവസാനം അംർ ബിൻ ആസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ നേതൃത്വത്തിൽ ഫലസ്തീനിലേക്ക് അയച്ച സൈന്യം ഫലസ്തീനിൽ മുന്നേറി ബൈത്തുൽ മുഖദ്ദസിന്റെ സമീപം വരെ എത്തി. അവിടെ നിന്ന് അങ്ങോട്ട് ചരിത്രത്തിൻ്റെ പുതിയൊരു ഘട്ടമായതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ആ ഭാഗം അല്ലാഹു തആല തൗഫീഖ് ചെയ്തെങ്കിൽ നമുക്ക് തുടർന്നുള്ള ക്ലാസ്സുകളിൽ പറയാം. രണ്ട് ഭാഗവും ഒരേ സമയത്ത് ഒപ്പാണ്. ചരിത്രം അധികം നീട്ടി പറയില്ല, കുറഞ്ഞ കാര്യം കൂടി പറഞ്ഞിട്ട് ഉമർ റളിയല്ലാഹു തആല അൻഹു വരുത്തിയ പരിഷ്കരണങ്ങളും മുസ്ലിം ഭരണകൂടത്തിന് മഹാൻ ചെയ്ത ചിട്ടകളും നിയന്ത്രണങ്ങളും വ്യവസ്ഥകളും ഇന്നത്തെ ആധുനിക ലോകത്തെ പോലും അമ്പരപ്പിക്കുന്ന ആ ചരിത്രത്തിലേക്ക് കൂടി ഇൻഷാ അല്ലാഹ് നമുക്ക് കടന്നു വരണം. അതുകൊണ്ട് വിജയചരിത്രത്തിൽ അധികം വിശദീകരിക്കുക, അതൊക്കെ ചുരുക്കി പറയാണ്, വളരെ ചുരുക്കി. കാരണം അത്രയും നമ്മളിപ്പോൾ ഇവിടെ തൽക്കാലം ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഉമർ റളിയല്ലാഹു അൻഹുവിനെ
ഖലീഫ എന്ന നിലക്ക് പരിചയപ്പെടണമെങ്കിൽ മഹാനവറുകളുടെ ഭരണപരിഷ്കരണങ്ങളും അദ്ദേഹത്തിൻ്റെ ജീവിതശൈലിയും അവരുണ്ടാക്കി തീർത്ത മാറ്റങ്ങളുമാണ്. ആ ഭാഗത്തിലേക്ക് നമുക്ക് വരണം. അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ വറഹംനാ വലിവാലിദീനാ വലിജമീഇൽ മുഅ്മിനീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ ബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം اللهم صل على محمد يا رب صل عليه وسلم وصل على جميع الأنبياء المرسلين والحمد لله رب العالمين. السلام عليكم ورحمة الله.